السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله خير الأسماء في الأرض والسماء وهو السميع العليم. اللهم صل على سيدنا وحبيبنا محمد صلى الله عليه وسلم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل بفضل الله وبرحمته قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. بأبي وأمي أنت يا خير الورى والصلاة ربي والسلام معترى يا خاتم الرسل الكرام محمد بالوحي والقرآن كنت مطهرا. لك يا رسول الله صدق محبتي فاقت محبة من على وجه الثرى. لك يا رسول الله صدق محبتي لا تنتهي أبدا ولن تتغير. لك يا رسول الله منا نصرة بالفعل والأقوال عما يفترى. مصطفى جان رحمت پہ لاکھوں سلام. شمع بز میں ہدایت پہ لاکھوں سلام. شہریار تاجدار حرم نوبہار شفاعت پہ لاکھوں سلام. വളരെ ബഹുമാന്യനായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഖാദിമുൽ ഇസ്ലാം സഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും വളരെ സന്തോഷപൂർവം ആചരിക്കുന്ന അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിന മാസം പരിശുദ്ധ റബീഉൽ അവ്വലിൽ നടത്തപ്പെടുന്ന മീലാദ് പരിപാടിയിൽ അൽഹംദുലില്ലാഹ് ഈ വർഷവും നമുക്ക് സമ്മേളിക്കുവാൻ സാധിച്ചിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
നമ്മുടെ ഹൃദയത്തിൽ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള തിരിച്ചറിവ് നേടിയെടുക്കാൻ ഈ ഒരു സദസ്സ് കാരണമാക്കി തരട്ടെ. അല്ലാഹു തന്റെ ഹബീബായി, അല്ലാഹു തന്റെ റസൂലായി, അല്ലാഹു തന്റെ നബിയായി, ഹബീബായി തെരഞ്ഞെടുത്ത് മനുഷ്യകുലത്തിനാകമാനം സന്മാർഗ പ്രാപ്തിക്കു വേണ്ടി നിയോഗിച്ചയച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ രീതിയിലും മനസ്സിലാക്കുക എന്നതും അവിടുത്തെ ഏറ്റവും നന്നായി സ്നേഹിക്കുക എന്നതും ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പരിശുദ്ധ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിക്ക് അവന്റെ സ്വന്തം നഫ്സിനെക്കാളും ഏറ്റവും സമീപസ്ഥനായിരിക്കണം, ഏറ്റവും അടുപ്പമുള്ള ആളായിരിക്കണം. പരിശുദ്ധ പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ അഹ്സാബാണ് ഈ രീതിയിൽ നമ്മളോട് മുത്തുനബിയോടുള്ള ബന്ധം, കണക്ഷൻ നമുക്ക് സ്ഥിരപ്പെടുത്തി തരുന്നത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നമ്മുടെ നഫ്സിനെക്കാളും നമുക്ക് ബന്ധം തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ബന്ധം നമുക്ക് നമ്മുടെ നഫ്സിനെക്കാളും ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ നഫ്സിനെക്കാളും ഇഷ്ടവും താല്പര്യവും അടുപ്പവും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തോന്നണമെങ്കിൽ നമ്മുടെ നഫ്സിനെക്കാളും നമുക്ക് അറിയേണ്ടതായിരിക്കണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. നമ്മുടെ ഇഹപര വിജയത്തിന് വേണ്ടിയിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നിയോഗിച്ചയച്ചത്. ഈ ലോകത്തെ വിജയം മാത്രമല്ല നമ്മൾ തേടുന്നത്, ഇതിനേക്കാൾ ഉപരി വരാനിരിക്കുന്ന ലോകമുണ്ടല്ലോ, അവിടെയാണ് നമുക്ക് വിജയം വേണ്ടത്. കാരണം വളരെ ഗൗരവപ്രധാനമായ വിഷയങ്ങളാണ് ഈ ലോകത്തിന്റെ ശേഷമുള്ള ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നത്. അവിടെ ഓരോ ഘട്ടത്തിലും വിജയിക്കണമെങ്കിൽ പരിശുദ്ധ പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരാവണ്ണം ബന്ധം പുലർത്തിയവനാകണം നമ്മൾ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഖബറിലെ ഒരു അവസ്ഥയെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഒരാളെ ഖബറടക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖബറിന്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് തൽഖീൻ ചൊല്ലിക്കൊടുക്കാറുണ്ട്, തസ്ബീഹ് ചൊല്ലിക്കൊടുക്കാറുണ്ട്. തസ്ബീഹ് നമുക്കറിയാം, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. എന്താ അർത്ഥം? അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ. അല്ലാഹുവേ, ഇനി ഈ മനുഷ്യന് ഖബറിൽ നേരിടാനുള്ളത് ചോദ്യമാണ്. ആ ചോദ്യ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ കലിമത്തു തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മറുപടി പറയാൻ നീ അദ്ദേഹത്തിന് സൗഭാഗ്യം നൽകണമേ എന്നാണ്. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. അല്ലാഹുവേ, അദ്ദേഹത്തോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണമേ. അൽഹിംഹുൽ ജവാബ്. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ. അല്ലാഹുവേ, ആ വ്യക്തിയുടെ ഖബർ
നമ്മളൊക്കെ കാണുന്ന ഖബർ വളരെ ഇടുങ്ങിയ ഖബറാണ്. പക്ഷേ ജാഫിൽ ഖബറ അൻ ജംബൈ, ഖബറിനൊരു സ്വഭാവമുണ്ട്, ഖബറിന് ലഗ്തത്തുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഗ്തത്ത് എന്ന് പറഞ്ഞാല് ഇറുക്കി പിടിക്കലാണ്. ആ ഇറുക്കലിൽ വല്ലാത്ത ഒരു പ്രയാസാണ് അവൻ അനുഭവിക്കുന്നത്. എന്നാൽ നമ്മൾ നടത്തുന്ന ദുആ ജാഫിൽ ഖബറ അൻ ജംബൈ, അല്ലാഹുവേ മനുഷ്യന്റെ രണ്ട് വശങ്ങളിൽ നിന്നും ഖബർ വിശാലമാക്കി കൊടുക്കണമേ. അല്ലാഹുവേ അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ, എന്താർത്ഥം? അല്ലാഹുവേ ഇനി അവൻ കിടക്കുന്ന ഈ ഖബറിൽ എന്തൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഹ്വലതകളും ആകുലതകളും അവൻക്ക് നേരിടാനുണ്ടോ, അതിൽ നിന്നൊക്കെ ആമിൻഹു, അദ്ദേഹത്തിന് നീ നിർഭയത്വം നൽകണമേ, രക്ഷ നൽകണമേ. മിൻ കുല്ലിൽ ഫസഅ, എല്ലാ പേടിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്നും. അല്ലാഹുമ്മ ലബ്തിൻഹു ഹുജ്ജതഹു, അല്ലാഹുവേ കലിമത്തു തൗഹീദ് ഉറച്ചു നിൽക്കാനും അതിനെ വിളിച്ചു പറയാനും നീ അദ്ദേഹത്തിന് തൗഫീഖ് നൽകണമേ. അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു. ഇതാണ് തസ്ബീത്ത് ഖബറിലെത്തിയാൽ. എന്നാൽ ഖബറിലെത്തിയതിന്റെ തസ്ബീത്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ തലഭാഗത്ത് ഇരുന്നു കൊണ്ട് ചില കാര്യങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. അതെന്താ? നിന്നോട് വന്ന് ചോദിക്കുകയാണ്, ഇദാ ജാഅകൽ മലകാനിൽ കരീമാനിൽ ഹായിലാനി അൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീർ അലൈഹിമുസ്സലാത്തു വസ്സലാം. കണ്ടാൽ തന്നെ പേടി തോന്നുന്ന, കണ്ടാൽ തന്നെ നമുക്ക് ഭയാനകത തോന്നുന്ന രീതിയിലാണ് മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ചോദ്യം ചോദിക്കാൻ വരവ്. നമ്മുടെ നാട്ടിൽ പരീക്ഷ നടക്കുമ്പോ തന്നെ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന ഇൻവിജിലേറ്റർ നമ്മൾ എവിടെയും കാണൂല. ചിരിച്ചു കളിച്ച് തമാശ പറഞ്ഞ് എല്ലാം വളരെ ഫ്രണ്ട്ലി ആയി തോളൊക്കെ പിടിച്ച് വളരെ കൂളായിട്ട് നിൽക്കുന്ന ഒരു ഇൻവിജിലേറ്ററെയും പരീക്ഷാ ഹാളിലേക്ക് കടന്നു കഴിഞ്ഞാൽ മുഖം കറുപ്പിച്ച് അത്യധികം നിശബ്ദമായ പിൻഡ്രോപ്പ് സൈലൻസിന് കാരണമാകുന്ന, കണ്ടാൽ തന്നെ ഒന്ന് പേടി തോന്നുന്ന ഇൻവിജിലേറ്ററെയാണ് സാധാരണ നമ്മൾ പരീക്ഷാ ഹാളിൽ കാണുക. അതെന്തിനാ? കളിച്ചു ചിരിച്ചു കഴിഞ്ഞാൽ പരീക്ഷ എഴുതുന്ന ആൾക്ക് പരീക്ഷ ഒരു കളിയായിട്ട് തോന്നും. അങ്ങനെ തോന്നാൻ പാടില്ല. ഇവിടെ തന്നെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇദാ ജാഅകൽ മലകാനിൽ കരീമാനിൽ ഹായിലാനി അൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീർ. മുൻകർ നക്കീർ അലൈഹിമുസ്സലാം എന്ന പേരുള്ള രണ്ട് കണ്ടാൽ തന്നെ ഭയാനകത തോന്നുമാറുള്ള വേഷങ്ങളിൽ രണ്ട് മലക്കുകൾ നിന്റെ അടുത്തേക്ക് വരും. എന്നിട്ടോ ഫൈഖദാക, നിന്നെ ഉണർത്തും. കാരണം നീ ഇവിടെ നിന്ന് ഉറങ്ങിപ്പോയതാണ്. മരണം എന്നത് വലിയ ഉറക്കമാണ്. എന്നും നമ്മൾ ഉറങ്ങുന്നുണ്ട്, അത് ചെറിയ മരണം. എന്നും ഉറങ്ങുന്നത് ചെറിയൊരു മരണം. അതുകൊണ്ട് തന്നെ യഥാർത്ഥ മരണം എന്ന് പറയുന്നത് വലിയ ഉറക്കമാണ്. അതുകൊണ്ട് ഫൈഖദാക, നിന്നെ എഴുന്നേൽപ്പിച്ചിരുത്തും, നിന്നെ ഉണർത്തും. വഅജ്ലസാക, നിന്നെ എഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിട്ടോ വസഅലാക, നിന്നോട് ചോദ്യം ചോദിക്കും. എന്താ ചോദ്യം? മൻ റബ്ബുക, നിന്റെ രക്ഷിതാവ് ആരാണ്? വമൻ നബിയുക, നിന്റെ നബി ആരാണ്? ഈ ചോദ്യം നമ്മൾ ചൊല്ലിക്കൊടുക്കുന്ന തൽഖീനിൽ നമുക്ക് കേൾക്കാം. വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക വമൻ ഇഖ്വാനുക വമൻ അഖവാതുക എന്ന ചോദ്യം നിന്നോട് ചോദിക്കുമ്പോൾ നിന്റെ ദീൻ ഏതാണ്, നിന്റെ ഇമാം ആരാണ്, നിന്റെ സഹോദരങ്ങൾ ആരാണ്, നിന്റെ സഹോദരിമാരാരാണ് എന്നൊക്കെ നിന്നോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. എല്ലാ ചോദ്യവും ആ ചൊല്ലിക്കൊടുക്കണേൽ പറയണില്ല എന്നാ. എല്ലാ ചോദ്യവും പറയണില്ല. മരിച്ച മനുഷ്യന്റെ ഖബറിൽ നടക്കുന്ന വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിൽപ്പെട്ട ഘട്ടങ്ങളാണ് നമ്മളിവിടെ ചിലപ്പോഴൊക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3ന്റെ ഒന്നൊന്നു കൂടും, 7ന്റെ അന്നൊന്നു കൂടും, 14ന്റെ അന്നൊന്നു കൂടും, 40ന്റെ അന്നൊന്നു കൂടും. ഖബറിലെ ആ മനുഷ്യൻ
അനുഭവിക്കുന്ന ഘട്ടങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ നമ്മളുടെ വീടുകളിൽ അദ്ദേഹത്തിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി കൂടുന്നത്. അല്ലാഹു നമ്മളിൽ നിന്ന് മരിച്ചവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ചെറിയ സാമ്പിൾ ചോദ്യം മാത്രമേ പറയുള്ളൂ. എന്നിട്ട് അതിന്റെ മറുപടി ചെറുതായിട്ട് പറഞ്ഞു കൊടുക്കും. എന്തിനാണ് ഈ ചെറുതായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്? ചില ആളുകൾക്ക് ചിലപ്പോൾ അതൊരു സഹായമായിട്ട് മാറും. അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി വൽ ഖുർആനു ഇമാമി. എന്റെ ഇമാമു ഖുർആനാണ്, എന്റെ നബി മുത്തു നബിയാണ്, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ്, എന്റെ ഖിബ്ല വൽ കഅബത്തു ഖിബ്ലതി, എന്റെ ഖിബ്ല കഅബയാണ്, എന്റെ സഹോദരങ്ങൾ മുസ്ലിമീങ്ങളാണ്, എന്റെ സഹോദരിമാര് മുസ്ലിമീങ്ങളിലെ അഖ്വാത്തുകളാണ്, അവരാണ് എന്നൊക്കെ പറഞ്ഞുള്ള ആ മറുപടി തൽഖീനിൽ ചെല്ലുന്നതിന്റെ രണ്ടാമത്തെ ചോദ്യം ഞാൻ അവിടുന്ന് വന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഖബറിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഖബറിൽ വെച്ച് ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇവിടെ വമൻ നബിയുക എന്ന് ചെറിയ രീതിയിലാണ് പറഞ്ഞതെങ്കിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതിന്റെ വിശാലമായ രൂപം കാണാം. എന്താണ് ആ വിശാലമായ രൂപം? അല്ലാഹുവിന്റെ റസൂലിനെ കാണിച്ചു തരും ഖബറിൽ. അങ്ങനെയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം. നമ്മളോട് ചോദിക്കും, മാദാ തഖൂൽ ഫീ ഹാദർ റജുലി. അതാണ് ആ ചോദ്യം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ ചോദ്യം പറയുന്നത്, മാദാ തഖൂലു ഫീ ഹാദർ റജുൽ. ഈ മനുഷ്യനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഈ മനുഷ്യൻ എന്ന് പറയുമ്പോ ഈ മനുഷ്യൻ എന്ന് പറയുമ്പോ അതൊരു ചൂണ്ടിക്കാണിക്കലാണല്ലോ. ഒരാളെ ചൂണ്ടിക്കാണിക്കണ്ടേ? ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ മനുഷ്യനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ അതിലേക്ക് നോക്കിയിട്ടാണ് അതാരാണെന്ന് പറയാൻ അവിടെ ആ മനുഷ്യൻ ഉണ്ടാകും. ആരാണ് ആ മനുഷ്യൻ? ഈ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനാരാ? പരിശുദ്ധ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മുടെ ഖബറിലേക്ക് മുത്തുനബി വരുമെന്നാണ്. അതല്ലാതെ എങ്ങനെയാണ് ഈ കാണിച്ചു കൊടുക്കല്? കഴിഞ്ഞ ദിവസമാണ് ഞാൻ സഹറ കോളേജിലെ കുട്ടികൾക്ക് ഈ ഹദീസ് എടുത്തു കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ പറഞ്ഞത്. ഈ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഈ ഹദീസ് 2 ദിവസം മുമ്പാണ് ഞാൻ കുട്ടികൾക്ക് എടുത്തു കൊടുത്തത്. മാദാ തഖൂൽ ഫീ ഹാദർ റജുലി. ഈ മനുഷ്യനെ കുറിച്ച് നിനക്കെന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ശരിയാവണ്ണം ഈ ലോകത്ത് ബോധ്യപ്പെട്ട ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്ന മാത്രയിൽ ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ട് പറയും, ഇതാരാണെന്നറിയുമോ? ഹദാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുഹമ്മദ് നബിയാണ്. ഇത് ആരോടാ ചോദിക്കണത്? നമ്മൾ മുത്തുനബിയെ കണ്ടിട്ടില്ല. ഈ കണ്ണുകൊണ്ട് ഈ ലോകത്തെ ജീവിതത്തിൽ നമ്മൾ ആരും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടില്ല. പക്ഷേ കാണാതിരുന്നിട്ടും നമുക്കും മറുപടി പറയാൻ കിട്ടും എന്നതാണ് അതിലേറ്റവും വലിയ പ്രത്യേകത. മുഅ്മിനാണെങ്കിൽ അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ജീവിതകാലത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട സ്വഹാബത്തിനെ കുറിച്ചല്ല ഈ വിഷയം പറയുന്നത്. അവർക്കും അതെന്തായാലും കിട്ടും. അല്ലാഹു അവരോട് ചേരാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഖബറിൽ വെച്ച് ചോദിക്കുകയാണ്, മാദാ തഖൂലു ഫീ ഹാദർ റജുൽ. ഈ
ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആ സമയത്ത് പറയുന്നുണ്ട്, ഹാദാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മുത്തുനബിയാണ്, ഇത് മുത്തുനബിയാണ്, ഇതെന്റെ ഹബീബാണ് എന്ന് പറയുന്ന സമയത്ത് മലക്കുകൾ തിരിച്ചു പറയുന്നൊരു മറുപടിയുണ്ട്, ഞങ്ങൾക്കറിയാം നിനക്ക് ഇത് കിട്ടുമെന്ന കാര്യം ഞങ്ങൾക്കറിയാം. കാരണം നീ ദുനിയാവിൽ ജീവിച്ച സമയത്ത് ആരംഭ റസൂലിൽ വിശ്വസിക്കുകയും അവിടുത്തെ ചര്യകൾ ജീവിതത്തിൽ പകർത്തുകയും ശരിയാവണ്ണം അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്ത ആളാണ് നിങ്ങളെന്ന് എന്ന കാരണത്താൽ ഒരിക്കലും ഞങ്ങൾക്ക് നീ വിഷയത്തിൽ തെറ്റുപറ്റില്ല എന്നും നിനക്കിതിന്റെ മറുപടി കിട്ടുമെന്നും ഞങ്ങൾക്കറിയാമായിരുന്നു എന്ന് ആ മലക്കുകൾ ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട് പറയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അങ്ങനെ പറയാൻ സൗഭാഗ്യം കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കണ്ണുകൊണ്ട് ആരംഭ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ഖബറിൽ അല്ലാഹുവിന്റെ റസൂലിനെ ചൂണ്ടിക്കാണിച്ചു തരുമ്പോ ഇത് മുഹമ്മദ് നബിയാണ് എന്നും പറയാൻ, ഹബീബിനെ തിരിച്ചറിഞ്ഞിട്ട് ഇത് മുഹമ്മദ് നബിയാണ് എന്ന് 3 തവണ ആവർത്തിച്ചു പറയാൻ ഒരു വിശ്വാസിനിക്ക് കഴിയുമെന്ന് മാത്രമല്ല, അത് മലക്കുകൾ സാക്ഷ്യപ്പെടുത്തുകൂടി ചെയ്യും. നിനക്കതിന് പറ്റുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. പിന്നെ എന്തിനാണ് ഈ ചോദിച്ചത്? നിനക്കതിന് മറുപടി പറയാൻ കിട്ടുമെന്ന് ഞങ്ങൾക്കറിയാം എന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് എടുത്തു വരുമ്പോ പറയുന്നുണ്ട്, പിന്നൊന്ന് ചോദിച്ചു നോക്കിയതാണ് എന്ന് ഉസ്താദ് പറയും. ഈ ഹദീസ് എടുക്കുമ്പോ ഒന്ന് ചോദിച്ചു നോക്കിയതാണ്, നിനക്കിത് അറിയാഞ്ഞിട്ടല്ല, ഒന്ന് ചോദിച്ചു നോക്കിയതാണ്. ഓ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അത് കേൾക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. എന്നിട്ട് മലക്കുകൾ തിരിച്ചു പോകുമ്പോ ഒരു പറച്ചിലുണ്ട്, നം സ്വാലിഹ, നം സ്വാലിഹ, നീ സുഖമായി ഉറങ്ങിക്കോ കേട്ടോ, നീ സുഖമായി ഉറങ്ങിക്കോ കേട്ടോ. അത് കേൾക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഹദീസ് പഠിക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം ബോധ്യപ്പെടേണ്ടത്. കണ്ണിൽ അള്ളാന്റെ റസൂലിനെ ഇഹലോകത്ത് വെച്ച് ഈ 2 കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും ഖബറിൽ വെച്ച് മുത്തുനബിയെ തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ നമ്മൾ ആ റസൂലിനെ എത്രക്ക് അറിഞ്ഞിരിക്കണം, എത്രക്ക് നമ്മൾ ആ മുത്തുനബിയെ മനസ്സിലാക്കിയിരിക്കണം, എത്രക്ക് നമ്മൾ ആ ഹബീബിനെ സ്നേഹിച്ചിരിക്കണം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സദാ മുത്തുനബിയെ കാണാൻ നമ്മുടെ മുൻഗാമികൾക്ക് കഴിഞ്ഞതുപോലെ നമുക്കും കഴിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സദാ മുത്തുനബി എന്ന ചിന്തയിൽ ജീവിച്ച മുൻഗാമികളെ പോലെ നമുക്കും ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അല്ലേ അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, എനിക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ചില സമയങ്ങൾ നീക്കി വെക്കാറുണ്ട്. നമ്മളൊക്കെ അങ്ങനെ ചെയ്യണം. നിത്യേനയുള്ള 5 വക്ത നിസ്കാരത്തിന്റെയും മറ്റു റവാത്തിബ് സുന്നത്ത് അദ്കാറുകളുടെ ഒക്കെ പുറമെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി കുറച്ച് സമയങ്ങൾ നീക്കി വെക്കാറുണ്ട്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നത് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി നീക്കി വെക്കുന്ന സമയത്തിൽ കുറച്ച് അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലാനും ഉദ്ദേശിക്കുന്നുണ്ട്. എത്രയാണ് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കാനാണ് നബിയേ അങ്ങയുടെ അടുത്തേക്ക് ഞാൻ വന്നത് എന്ന് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് ചോദിക്കുകയാണ്. ആരാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു? നമ്മൾ ആദ്യം അതൊന്നും അറിഞ്ഞിരിക്കണം.
ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ സ്വഹാബികളുടെ കൂട്ടത്തിലെ ഖുർആൻ പണ്ഡിത പ്രമുഖരാണ് ഉബയ്യ് റളിയല്ലാഹു അൻഹു. ഖുർആനിന്റെ വിഷയത്തിൽ പാണ്ഡിത്യമുള്ള സ്വഹാബികളിൽ ഏറ്റവും അഗ്രഗണ്യനാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെയായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവിയഹ് പള്ളിയിൽ ജമാഅത്തായി 20 റക്അത്തായി പള്ളിയിൽ ആദ്യമായി 20 റക്അത്തിന്റെ തറാവീഹ് സ്ഥാപിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ആ 20 റക്അത്തിന്റെ തറാവീഹിന് ഇമാമത്ത് നിൽക്കാൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു കൊടുത്ത സ്വഹാബിയാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്. പരിശുദ്ധ ഖുർആന് മുത്തുനബിയുടെ ജീവിത കാലഘട്ടത്തിൽ ക്രോഡീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷമാണ് പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചത്. ആ ക്രോഡീകരിക്കുന്ന വിഷയത്തിൽ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഖുർആനിന്റെ ക്രോഡീകരണ വിഷയത്തിൽ ഖുർആൻ ക്രോഡീകരിക്കാൻ നേതൃത്വം കൊടുത്ത സ്വഹാബികളിൽ പ്രമുഖനാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അഥവാ നമ്മൾ ഒരു വരി ഖുർആൻ ഓതുമ്പോ അതിന്റെ കൂലി ആർക്കും കൂടി പോകും. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വലിയ ഖുർആന്റെ വിഷയത്തിൽ വലിയ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാന് പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് എന്റെ അടുത്തേക്ക് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ റസൂൽ എന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യം ചോദിച്ചു. ഉബയ്യേ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഏതാണ്? ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഏതാണ്? മുത്തുനബി ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ചോദ്യം ചോദിക്കുന്നത്, ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഏതാണ് എന്ന്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അല്ലാഹു കൊടുത്ത ആ കഴിവ് കാരണത്താൽ അത് മനസ്സിലാക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ അബു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചൊരു ചോദ്യം പള്ളിയിൽ വെച്ച്. എന്താ ചോദിച്ചത്? പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഏതാണ്? മഹാനവർകൾക്ക് ആ ചോദ്യത്തിന്റെ ആൻസർ അറിയാം. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ അത് അവിടത്തെ നാവ് കൊണ്ട് പറയൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടതുകൊണ്ട് അല്ലാഹു വ റസൂലുഹു അഅലം എന്ന് ഉത്തരം കൊടുത്തു. അല്ലാഹു വ റസൂലുഹു അഅലം. നമ്മളും കാണിക്കേണ്ട ഒരു മര്യാദയാണ്. നമ്മളോടൊരു ചോദ്യം ഒരാൾ ചോദിക്കുമ്പോ, പ്രത്യേകിച്ച് ഗുരുനാഥന്മാര് ചോദിക്കുന്ന ചോദ്യത്തിന് ഉടനടി ഉത്തരം പറയുകയല്ല വേണ്ടത്. ഉസ്താദേ, നിങ്ങൾ തന്നെ പറയൂ. ആ ഒരു ശൈലിയാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവിടെ കൊടുത്തത്. അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹു വ റസൂലുഹു അഅലം. അപ്പൊ മുത്തുനബി ആ ചോദ്യത്തിന്റെ ആൻസർ മുത്തുനബി തന്നെ പറഞ്ഞു കൊടുക്കല്ലേ ചെയ്തത്. മുത്തുനബി ചോദ്യം ആവർത്തിച്ചു. ഉബയ്യേ, അതദരീ മാ ഹിയ അഅ്ളമു ആയത്തിൽ ഖുർആൻ? പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വണ്ണമായ ആയത്ത് ഏതാണ്? രണ്ടാമത് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദ്യം ആവർത്തിച്ചപ്പോ അത് ഞാൻ തന്നെ പറയണമെന്ന് മുത്തുനബിക്ക് താല്പര്യമുണ്ട്, ഇഷ്ടം എന്ന് മനസ്സിലാക്കിയിട്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തനിക്കറിയുന്ന ഉത്തരം പറഞ്ഞു. ഏതാണെന്നറിയോ? അത് ആയത്തുൽ കുർസിയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അഅ്ളമു ആയത്തിൽ ഖുർആൻ. ഖുർആനിലെ ഏറ്റവും വണ്ണമായ ആയത്താണ്. ആ ആയത്തുൽ കുർസിയുടെ ഏറ്റവും ഒരു മഹത്വം പറഞ്ഞാല്, ആയത്തുൽ കുർസി ഒരു മനുഷ്യൻ നിസ്കാരത്തിന്റെ ശേഷം ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ
ആ വ്യക്തിയുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒറ്റ തടസ്സേ ഉള്ളൂ. ആ തടസ്സം ഏതാണെന്നറിയോ? മരണം. സുബ്ഹാനല്ലാഹ്. എന്താണ് പറഞ്ഞേ? ആയത്തുൽ കുർസി നിസ്കാരത്തിന്റെ ശേഷം, 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷം ആയത്തുൽ കുർസി ഓതിയ മനുഷ്യൻ, ആ വ്യക്തിയുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരൊറ്റ തടസ്സേ ഉള്ളൂ. ഏതാണ് ആ തടസ്സം? അത് മരണമാണ്. അഥവാ മരിച്ചാൽ സ്വർഗം ഉറപ്പ് എന്നർത്ഥം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എത്ര തിരക്കുണ്ടെങ്കിലും ഓണപോക്കിലെങ്കിലും എന്തോ ആയത്തുൽ കുർസി ഓതിയിട്ട് പോകുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഞാൻ ഓതിക്കൊടുത്തു അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് ഓതിക്കൊടുത്തപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് എന്റെ നെഞ്ചത്ത് കടിച്ചു. എന്നിട്ട് പറഞ്ഞു ലിയഹ്ദിക്കൽ ഇൽം യാ അബൽ മുൻദിർ. അദ്ദേഹത്തിന്റെ പേര് ഉബയ്യ് ഇബ്നു കഅബ് എന്ന, പക്ഷെ ഓമന പേരാണ് അബുൽ മുൻദിർ. യാ അബൽ മുൻദിർ, ഓ അബുൽ മുൻദിറെ, ലിയഹ്ദിക്കൽ ഇൽം, ഇൽമിന്റെ ആശീർവാദം നിനക്ക്, ഇൽമിന്റെ ആശീർവാദം നിനക്ക്, ഇൽമിന്റെ കൺഗ്രാചുലേഷൻ. അതാണ് ഹനീഅ. അറബിയിൽ കൺഗ്രാചുലേഷൻ കൊടുക്കുന്നതാണ് ഹനീഅ, തഹ്നീഅ എന്ന് പറയുന്നത്. ലിയഹ്ദിക്കൽ ഇൽം യാ അബൽ മുൻദിർ, നിനക്ക് ആശീർവാദം, നിനക്ക് ആശീർവാദം. അല്ലാഹുവേ, നമുക്കതൊക്കെ ഹബീബിന്റെ അടുത്ത് നേരിട്ട് കേൾക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഈ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആണ് അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചത്, അള്ളാന്റെ റസൂലേ, ഞാൻ എത്രയാണ് നബിയേ എന്റെ പ്രാർത്ഥനാ വേളയിൽ അങ്ങേക്ക് സ്വലാത്തിന് വേണ്ടി നീക്കി വെക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഇത്ര വേണമെന്ന് വ്യക്തമായൊരു ഉത്തരം കൊടുത്തില്ല. നിനക്ക് പറ്റുന്നയത്ര ചൊല്ലിക്കോളൂ എന്നതാണ്. ഉബയ്യ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരളവ് വേണമായിരുന്നു. നമുക്കൊരളവ് നല്ലതാണ്, ആ അളവ് നല്ലതാണ്, ആ അളവിനനുസരിച്ച് ചൊല്ലാലോ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പക്ഷെ മുത്തുനബി അളവ് കൊടുത്തില്ല. ഉബയ്യ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് ചോദിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ, അർറുബു, എന്റെ പ്രാർത്ഥനാ വേളയിലെ 4-1 സമയം ഞാൻ സ്വലാത്തിന് നീക്കി വെക്കട്ടെയോ? 4-1 സമയം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ഉണ്ടെങ്കിൽ 15 മിനിറ്റ് ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെ എന്നാണ് 4-1. അപ്പോൾ മുത്തുനബി പറഞ്ഞു, ഉബയ്യേ, നിനക്ക് എത്രയാണോ ചൊല്ലാൻ ഇഷ്ടമുള്ളത് അത്ര നിനക്ക് ചൊല്ലാം. പക്ഷേ 4-1 എന്നല്ലേ നീ പറഞ്ഞത്? നീ അധികരിപ്പിച്ചാൽ, 4-1 നീ അധികരിപ്പിച്ചാൽ ഫഹുവ ഖൈറുൽ ലക, അതാണ് നിനക്ക് ഉത്തമമെന്ന് ഉബയ്യേ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി യാ റസൂലുള്ളാഹ്. അപ്പൊ ആവേശം കൂടുകയാണ്. ആവേശം കൂടൂലേ? അധികരിപ്പിച്ചാൽ നല്ലത് എന്നല്ലേ പറഞ്ഞത്? ഉടനെ ഉബയ്യ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് ചോദിക്കുകയാണ്, നബിയേ, അന്നിസ്ഫു, പകുതി സമയം സ്വലാത്തിന് നീക്കി വെക്കട്ടെയോ? ഉബയ്യേ, മാശിഅത, നിനക്ക് ഇഷ്ടമുള്ള എത്ര ചൊല്ലാം കേട്ടോ. ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക, അധികരിപ്പിച്ചാൽ അത്രയും നിനക്ക് നല്ലതാണ്. ആവേശം കൂടുകയാണ്. ഉടനെ തന്നെ അടുത്ത ചോദ്യമാണ്, നബിയേ, മൂന്നിൽ 2 സമയം, 1 മണിക്കൂറിനെ 3 ഭാഗമാക്കിയാൽ 3-2 സമയം നബിയേ ഞാൻ ചൊല്ലട്ടെയോ? ഏതാ 3-2 സമയം എന്ന് പറഞ്ഞാൽ 40 മിനിറ്റ്. 1 മണിക്കൂറിന്റെ 3-2 40 മിനിറ്റ് ചൊല്ലട്ടെയോ? മാശിഅത, നിനക്കിഷ്ടമുള്ള എത്ര ചൊല്ലാം കേട്ടോ. ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക, അധികരിപ്പിച്ചാൽ നിനക്ക് അത്രയും നല്ലതാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? അജ്അലു ലക സ്വലാത്തി കുല്ലിഹാ
നബിയേ, പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ തെരഞ്ഞെടുക്കുന്ന സമയമത്രയും അങ്ങേക്ക് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നീക്കി വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് തിരുദൂതരേ സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു ആ ഹബീബിന്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആരോടാ പറഞ്ഞു കൊടുക്കുന്നത്? ആരാ ചോദിക്കുന്നത്? എന്തിന്റെ കാര്യത്തിലായി സംസാരം? സമയമത്രയും. ഏതാണ് ആ സമയം? പ്രാർത്ഥനയ്ക്ക് വേണ്ടി. കാരണം ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ഹബീബിന്റെ മേലുള്ള സ്വലാത്ത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ പറയാറുണ്ട്, ഒരാൾക്കൊരു വിഷമം സംഭവിച്ചു കഴിഞ്ഞാൽ ആ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കാൻ പറ്റിയ സമയമാണ് പള്ളിയിൽ നിന്ന് വാങ്ക് കൊടുക്കുമ്പോ വാങ്കിന്റെ ജവാബുകളെല്ലാം വാങ്കിന്റെ കൂടെ തന്നെ ജവാബ് പറഞ്ഞിട്ട് വാങ്കിന്റെ ശേഷം ആരംഭ റസൂലിന്റെ മേലൊരു പ്രാർത്ഥനയുണ്ടല്ലോ, സ്വലാത്തുണ്ടല്ലോ. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി സയ്യിദിനാ മുഹമ്മദിനിൽ വസീല വൽ ഫളീല വദ്ദറജത റഫീഅ വബഅത്ഹു മഖാമൻ മഹ്മൂദൻ الذي بعث وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. ഈ പ്രാർത്ഥന നിർവഹിച്ചാൽ നമ്മൾ നമ്മളുടെ മനസ്സിന്റെ വിഷമമോ നമ്മളുടെ സങ്കടമോ പ്രയാസമോ അള്ളാനോട് പറഞ്ഞിട്ടില്ല എങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ നമ്മുടെ വിഷമം അറിയുന്ന അള്ളാഹു കാര്യം നിവർത്തിച്ചു തരുമെന്ന്. അതാണ് സ്വലാത്തിന്റെ മഹത്വം. അള്ളാഹു തൗഫീഖ് തരട്ടെ. വെള്ളിയാഴ്ച ദിവസത്തെ കുറിച്ച് എന്താ പറയല്? ഖൈറു യൗമിൻ തുലിഅത് അലൈഹി ശംസ്. സൂര്യൻ ഉദിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ആഹ്വാനം എന്താണെന്നറിയുമോ? ഫഅക്സിറൂ ഫീഹി അലയ്യ സ്വലാ. വെള്ളിയാഴ്ച ദിവസം എന്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കണമേ. അധികരിപ്പിക്കണമേ എന്നാ പറഞ്ഞത്. എപ്പോഴാണ് ഈ അധികരിപ്പിക്കൽ വരിക? ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അധികരിപ്പിക്കലാവോ? രണ്ടെണ്ണം ചൊല്ലി അധികരിപ്പിക്കലാവോ? മൂന്നെണ്ണം ചൊല്ലി അധികരിപ്പിക്കലാവോ? നമ്മൾ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. ഒന്ന് ഒരാളല്ലേ, രണ്ട് ആള് കുറച്ചുകൂടി, മൂന്നാവുമ്പോ അത് കുറേ ആയി, മൂന്നെന്നെ കുറയല്ലേ എന്നാ നമ്മളെ ചിന്ത. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അധികരിപ്പിക്കൽ എന്ന് ആ ഹദീസിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം മിനിമം 300 സ്വലാത്തെങ്കിലും ചൊല്ലണമെന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോഴാ അധികരിപ്പിക്കലാവും. 300 സ്വലാത്തെങ്കിലും ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫഅക്സിറു ഫീഹി അലയ്യ സ്വലാ. വെള്ളിയാഴ്ച ദിവസം എന്റെ മേൽ നിങ്ങൾ സ്വലാത്തിനെ അധികരിപ്പിക്കണമേ. നോക്കൂ, ഇനി വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താ? വെള്ളിയാഴ്ചയുടെ പ്രത്യേകത, വെള്ളിയാഴ്ച സൂര്യൻ ഉദിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് എങ്കിൽ ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താ? ഫീഹി സാഅ. വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. ആ സമയം ഏതാണെന്നറിയില്ല. പക്ഷേ ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥന ഒത്തുവന്നാൽ, ആ സമയത്താണ് നമ്മൾ ആ പ്രാർത്ഥന നിർവഹിച്ചത് എങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന അല്ലാഹു തട്ടി മാറ്റുകയില്ല. അത്രയും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, 300 സ്വലാത്ത് ചൊല്ലാൻ കുറച്ച് സമയം എടുക്കണം. അപ്പൊ നമ്മള് രാവിലെ സുബഹിക്ക് ശേഷം കുറച്ച് ചൊല്ലി, ജുമാന്റെ മുമ്പ് കുറച്ച് ചൊല്ലി, ജുമാക്ക് ശേഷം കുറച്ച് ചൊല്ലി, അസർക്ക് ശേഷം കുറച്ച് ചൊല്ലി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ 300 പൂർത്തിയാക്കിയത്. പക്ഷെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നമ്മൾ ആ ചൊല്ലിയ ആ സ്വലാത്തുണ്ടല്ലോ, ഈ സാഅത്തിനോട്, സമയത്തിനോട് ചേർന്ന് വന്നാൽ നമ്മളെ പ്രയാസം അള്ളാഹിനോട് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. സ്വലാത്തെ ചൊല്ലിയിട്ടുള്ളൂ. നമ്മുടെ ഉദ്ദേശം അള്ളാഹ്ക്കറിയാലോ. അള്ളാഹു അത് നിവർത്തിച്ചു തരുമെന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, പള്ളിയിൽ ജുമാക്ക് സംബന്ധിക്കുന്ന ആണുങ്ങള്
ആ ശ്രേഷ്ഠത പെണ്ണുങ്ങൾക്ക് അവരുടെ വീട്ടിൽ ആ സമയം ഇബാദത്തിലായി ചെലവഴിച്ചാൽ അവർക്കും അത് കിട്ടുമേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ 2 ഖുതുബയുണ്ട്. 2 ഖുതുബയുടെ ഇടയിൽ ഖതീബ് മിമ്പറിൽ ഇരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം വളരെ ഷോർട്ടായ സമയമാണ്. ആ സമയത്ത് മഹാനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാനാണ് സദസ്സിലിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ആരംഭ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന സമയം ഖതീബ് ചൊല്ലേണ്ടത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. സദസ്സിലിരിക്കുന്ന ആളുകൾ ചൊല്ലുന്നത് സ്വലാത്താണ്. ആ സ്വലാത്തിന്റെ സമയം 2 ഖുതുബയുടെ ഇടയിൽ ഇരിക്കുന്ന സമയത്തിന്റെ പ്രത്യേകത പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാവാൻ കൂടുതൽ സാധ്യതയുള്ള സമയമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയത്ത് നമ്മളെന്താ സാധാരണ ചോദിക്കാറുള്ളത്? നമുക്ക് അള്ളാഹിനോട് ചോദിക്കാനുള്ള ഏറ്റവും വലിയ ചോദ്യം ചിലപ്പോ ആ സമയത്തേക്ക് വേണ്ടി നമ്മൾ ഒരുക്കി വെക്കും. പക്ഷേ ഖതീബ് പെട്ടെന്ന് എഴുന്നേറ്റാൽ നമ്മൾ ആ ചോദ്യം ചോദിക്കാനുള്ള സമയം നമുക്ക് മിസ്സായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഖതീബ് ഇരുന്ന് അടുത്ത ഖുതുബ ആരംഭിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നതിന്റെ മുന്നേ നമ്മുടെ ആവശ്യം പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെ വെച്ച് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും ഖതീബ് എഴുന്നേറ്റാൽ ആ സ്വലാത്ത് തന്നെ മതി നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു ഏറ്റെടുക്കാൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതാണ് സ്വലാത്തിന്റെ പ്രത്യേകത. ഈ സ്വലാത്തിനെ കുറിച്ചാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചത്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, എന്റെ സമയമത്രയും ഞാൻ അങ്ങേക്ക് സ്വലാത്തിന് വേണ്ടി നീക്കി വെക്കും പറഞ്ഞപ്പോ, അങ്ങനൊന്നും വേണ്ട, കുറച്ച് സ്വലാത്തല്ലിട്ട് പിന്നെ കുറച്ച് ദിക്റും പിന്നെ കുറച്ച് ഖുർആനും പിന്നെ വേറെന്തെങ്കിലുമൊക്കെ തസ്ബീഹും യാ ഹയ്യു യാ ഖയ്യൂം ഒക്കെ കൂടി ചേർത്തോ എന്നല്ല മുത്തുനബി പറഞ്ഞത്. അതൊക്കെ വേണം, അതൊക്കെ ചെയ്യേണ്ടതാണ്, ഖുർആൻ ഓതേണ്ടതാണ്, അതുപോലെ യാ ഹയ്യു യാ ഖയ്യൂം ചൊല്ലേണ്ടതാണ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലേണ്ടതാണ്, മറ്റു പലതും ചൊല്ലേണ്ടതാണ്. പക്ഷെ ഉബയ്യ് എന്നവരോട് മുത്തുനബി എന്താ പറഞ്ഞെന്നറിയോ? എങ്കിൽ എന്ന് പറഞ്ഞാൽ നിന്റെ പ്രാർത്ഥനക്കുള്ള സമയം അത്രയും നീ സ്വലാത്തിന് വേണ്ടി നീക്കിവെച്ചാൽ തുക്ഫീ ഹമ്മക തുക്ഫാ ഹമ്മുക വതുഗ്ഫറു ലക ദംബുക തുക്ഫാ ഹമ്മുക. നിന്റെ ടെൻഷനെല്ലാം, നിന്റെ വിഷമമെല്ലാം, നിന്റെ വ്യസനങ്ങളെല്ലാം അല്ലാഹു മാറ്റിത്തരുകയാണ്. നിന്റെ വിഷമങ്ങളെല്ലാം പോകപ്പെടും, നിന്റെ എല്ലാ വിഷമവും പോകപ്പെടും. നിനക്കൊരു ടെൻഷനും പിന്നെ ഈ ലോകത്തുണ്ടാവൂല. അങ്ങനെ സ്വലാത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തത് വതുഗ്ഫറു ലക ദംബുക, നിന്റെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുമേ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഈ മജ്ലിസ് അതിന്റെ കാരണമാക്കി തരട്ടെ. നമ്മൾ പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ സൽക്കർമ്മങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എത്ര സ്വലാത്തുകൾ ചൊല്ലിടേണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി. ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനായി. എന്തെങ്കിലും തിരുമണ്ണിലെത്താൻ എന്ത് ചെയ്യും ഞാൻ ഈ കോലത്തിൽ? എന്താണേലും മദിഹിൽ അലിഞ്ഞെന്നാൽ മതിയെ പറഞ്ഞെന്നാൽ
ഈ പാവത്തിൽ. പലരുടെ കണ്ണിലും വിരുന്നു വന്ന കഥയുണ്ട്. പതികനിലൊരു ദിനവും കണ്ടിടാത്ത വ്യഥയുണ്ട്. ഇലകളൊഴിഞ്ഞൊരി മരത്തിനെന്ത് നിറമുണ്ട്. ഇടമുറിയാതെ പാപം ചെയ്തു തീർത്ത കറയുണ്ട്. കൽബം നടുപ്പിക്കണം, നീറും കനലാറി തണുപ്പിക്കണം. മൗത്തിൻ മുന്നേ തിരുമുഖമത് വിരിയണ ചെറുപൂന്തോട്ടമായിടണം. ആവോളം മാത്തിനും നുകർന്നിടണം. എത്ര സ്വലാത്തുകൾ ചൊല്ലിടണം. തങ്ങളെന്നെ അറിഞ്ഞിടാനായി ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനായി. ഒഴുകിയ കണ്ണുനീരിതൊന്നും അങ്ങയോർത്തല്ല. പഴകിയ കൽവിലങ്ങ് നോക്കിടുന്ന പതിവില്ല. എഴുതിയ വരികളൊന്നു പോലും റൗള കണ്ടില്ല. തഴുകിയ കാറ്റിനൊന്നും ആ മദീന മണമില്ല. കണ്ടാലകന്നീടല്ലേ, ഈ പാവത്തെ കൂട്ടാൻ മറന്നീടല്ലേ. മറന്നാലും മദ്ഹിലെ മലർ മധുമതി വരുവോളം കുടിക്കാമല്ലോ. രാവേറെ തേനാറിൽ തുടിക്കാമല്ലോ. എത്ര സ്വലാത്തുകൾ ചൊല്ലിടണം. തങ്ങളെന്നെ അറിഞ്ഞിടാനായി ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനായി. മാദിഹിന്റെ മാനസങ്ങളിൽ വാഴും രാജാവേ, മാനവന്റെ മനമിടങ്ങളിൽ പൂത്ത പൂങ്കാവേ. സങ്കട കടലിൻ നടുവിലെ താരകാനൂറേ, കെഞ്ചി വീളിക്കുന്ന നേരമിൽ വന്നിടും ഖൈറേ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളായ വാസിഅൽ കറമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആദിയിൽ പേട്ടുള്ള ജീവിതമാണി ദുനിയാവിൽ. ആജ്ഞകൾ മറന്നുപോയി ജീവിതവഴിയിൽ. ആദിയിൽ പേട്ടുള്ള ജീവിതമാണി ദുനിയാവിൽ. ആജ്ഞകൾ മറന്നുപോയി ജീവിതവഴിയിൽ. റാഹിമിന്റെ മുന്നിലെത്താൻ ഒന്നുമില്ലല്ലോ. രക്ഷ നേടാൻ വേണം ഞങ്ങളിൽ മുത്തിൻ കനിവല്ലോ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളായ വാസിഅൽ കറമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ശൂന്യമായ കൈകളല്ല തൊന്നുമേ ഇല്ല. സൂക്ഷ്മമായ ജീവിതം ഇവനിൽ കഴിഞ്ഞില്ല. ശൂന്യമായ കൈകളല്ല തൊന്നുമേ ഇല്ല. സൂക്ഷ്മമായ ജീവിതം ഇവനിൽ കഴിഞ്ഞില്ല.
സൂര്യാകാലത്തിൻ ഷർറിൻ മോചനമല്ലോ ആശ്രിതർ കഭയം മദീനയിൽ എത്തണമല്ലോ യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളായ വാസിഅൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ ഉപകാരമായി മാത്രം വന്ന മീമേ ഉപദേശമോ സലാമിൻ കലാമേ ഉപലോകവും വാഴ്ത്തും നബി കരീമേ സ്വല്ലല്ലാഹു അലാ സയ്യിദിന വസ്വാഹിബിൽ മദീന സ്വല്ലല്ലാഹു അലാ സയ്യിദിന വസ്വാഹിബിൽ മദീന ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ ഉപകാരമായി മാത്രം വന്ന മീമേ ഉപദേശമോ സലാമിൻ കലാമേ ഉപലോകവും വാഴ്ത്തും നബി കരീമേ അങ്ങയെ എങ്ങിനെ ചന്ദ്രനോടുപമിക്കും തിങ്കളിൻ ചന്തവും തങ്ങളല്ലേ അങ്ങകലെ കത്തി നിൽക്കുന്ന സൂര്യനും അവിടത്തെ നൂറിനൊരൽപ്പമല്ലേ അങ്ങയെ എങ്ങിനെ ചന്ദ്രനോടുപമിക്കും തിങ്കളിൻ ചന്തവും തങ്ങളല്ലേ അങ്ങകലെ കത്തി നിൽക്കുന്ന സൂര്യനും അവിടുത്തെ നൂറിനൊരൽപ്പമല്ലേ സ്വർഗത്തിൻ സൗന്ദര്യം പോലും റസൂലിന്റെ പരിശുദ്ധിയിൽ നിന്നോരംശമല്ലേ പ്രപഞ്ചത്തിൻ പ്രമയാകെ കടമെടുത്തല്ലോ ഹബീബേ അങ്ങയിൽ നിന്ന് ഹബീബേ അങ്ങയിൽ നിന്ന് സ്വല്ലല്ലാഹു അലാ സയ്യിദിന വസ്വാഹിബിൽ മദീന സ്വല്ലല്ലാഹു അലാ സയ്യിദിന വസ്വാഹിബിൽ മദീന ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ ഉപകാരമായി മാത്രം വന്ന മീമേ ഉപദേശമോ സലാമിൻ കലാമേ ഉപലോകവും വാഴ്ത്തും നബി കരീമേ സ്വല്ലല്ലാഹു അലാ സയ്യിദിന വസ്വാഹിബിൽ മദീന സ്വല്ലല്ലാഹു അലാ സയ്യിദിന വസ്വാഹിബിൽ മദീന അമൂല്യമാണിക്യം മരതകാരത്നങ്ങൾ അവിടുത്തെ ശോഭയിൽ ജ്വലിച്ചതല്ലേ അനേകമം അർവാഹും അംലാക്കും ജിന്നിൻസും അവിടുത്തെ മുഹബ്ബത്തിൽ ലയിച്ചതല്ലേ അമൂല്യമാണിക്യം മരതകാരത്നങ്ങൾ അവിടുത്തെ ശോഭയിൽ ജ്വലിച്ചതല്ലേ അനേകമം അർവാഹും അംലാക്കും ജിന്നിൻസും അവിടുത്തെ മുഹബ്ബത്തിൽ ലയിച്ചതല്ലേ ഖൽബിലും
വാഴണയല്ലേ പ്രപഞ്ചത്തിൻ പ്രഭയാകെ കടമെടുത്തല്ലോ ഹബീബേ അങ്ങയിൽ നിന്ന് ഹബീബേ അങ്ങയിൽ നിന്ന് സ്വല്ലല്ലാഹ് അലാ സയ്യിദിന വസാഹിബിൽ മദീന സ്വല്ലല്ലാഹ് അലാ സയ്യിദിന വസാഹിബിൽ മദീന ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ ഉപകാരമായി മാത്രം വന്ന മീമേ ഉപദേശമോ സലാമിൻ കലാമേ ഉപലോകവും വാഴ്ത്തും നബി കരീമേ സ്വല്ലല്ലാഹ് അലാ സയ്യിദിന വസാഹിബിൽ മദീന സ്വല്ലല്ലാഹ് അലാ സയ്യിദിന വസാഹിബിൽ മദീന. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ കൂടുതൽ പഠിക്കുകയും നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയും നമ്മൾ കൂടുതൽ സ്നേഹിക്കുകയും വളരെ കൂടുതൽ നമ്മൾ ബഹുമാനിക്കുകയും ആ നേടിയ തിരിച്ചറിവിനാൽ നമ്മളുടെ പ്രവർത്തനങ്ങളെ നന്നാക്കുകയും സ്വലാത്ത് ചൊല്ലി അവിടുത്തെയുടെ തിരുചര്യയിലൂടെ കടന്നുപോയി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ നാളെ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അല്ലാഹു നമുക്കതിന്റെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കാത്തുകാത്തിരുന്ന പ്രവാചകരാണ് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാത്തിരുന്നു മദീനക്കാര് കാത്തിരുന്നിട്ട് എല്ലാ ദിവസവും പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ തുടക്ക ദിവസം മുതൽ എല്ലാ ദിവസവും മദീനക്കാര് മദീനയുടെ അതിർത്തിയിൽ പോയി നിൽക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയുമോ? ആരംഭ റസൂൽ ഹിജ്റക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത കേട്ടിട്ടാണ് മുഹറമിന്റെ അവസാനത്തിൽ പരിശുദ്ധമായ സഫർ കഴിഞ്ഞിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വലിന്റെ തുടക്കത്തിലാണ് പരിശുദ്ധ മക്കയിൽ നിന്ന് ഹിജ്റ യാത്ര ആരംഭിച്ചത്. 12 ദിവസത്തോളം നീണ്ടുനിന്ന ആ യാത്ര അവസാനിക്കുന്നത് പരിശുദ്ധ മദീനയിൽ അവസാനിക്കുമ്പോ അന്ന് റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ 12ന്റെ ദിവസത്തിൽ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്ന നിമിഷത്തിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മദീന സന്തോഷിക്കുന്ന ദിവസം ഞങ്ങൾ കണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തേക്ക് കടന്നു വന്ന ദിവസമാണ്. ആ ദിവസത്തിൽ മദീന ജ്വലിച്ചു നിന്നു, പ്രകാശം ചൊരിഞ്ഞു നിന്നു. ആളുകളൊക്കെ കൂട്ടം കൂട്ടമായി വഴിയരികിലേക്ക് കടന്നു വന്നു. ബാലന്മാർ ദഫുകൾ മുട്ടിയിട്ട് പാട്ടുപാടിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ വരവേറ്റത്. ആ പാട്ട് നമ്മൾ ഇപ്പോഴും പാടുന്നുണ്ട്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദാഇ. അതേ അൻസ്വാറുകളായ മദീനക്കാര് പാട്ടുപാടിയിട്ട് ദഫ് മുട്ടിയിട്ട് ഘോഷയാത്രയായിട്ട് അള്ളാന്റെ റസൂലിനെ
വരവേൽപ്പ് നടത്തിയത് പരിശുദ്ധ റബീഉൽ അവ്വലിലാണ്. ഇൻഷാ അല്ലാഹ് ഇതേ റബീഉൽ അവ്വലിൽ തന്നെയാണ് എല്ലാ വർഷവും നമ്മുടെ ബാലികാ-ബാലന്മാർ, നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥിനികൾ പാട്ടുപാടുന്നത്, ദഫ് മുട്ടുന്നത്, ഘോഷയാത്ര നടത്തുന്നത്. ഹബീബിന്റെ കടന്നുവരവ് ആ മദീനക്കാര് പാടിയ പാട്ടിലുള്ളതുപോലെ വജബ ശുക്റു അലൈനാ, ശുക്ർ ചെയ്യൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. മദീനക്കാരാണത് പാടിയത്. ഏയ് നിങ്ങൾ പാടല്ല, ആ പാട്ട് തെറ്റാണ്. നിങ്ങൾ ദഫ് മുട്ടല്ല, ആ മുട്ട് തെറ്റാണ്. നിങ്ങൾ ഘോഷയാത്ര നടത്തല്ല, ആ ഘോഷയാത്ര തെറ്റാണ്. അങ്ങനെ മുത്തുനബി അവരോട് പറഞ്ഞിട്ടില്ല. ആരംഭ റസൂൽ എന്ന ആഹ്ലാദത്തെ, സന്തോഷത്തെ മദീനക്കാര് ആവോളം ആസ്വദിച്ചപ്പോ മദീനയുടെ നഗരവീതിയിലൂടെ മന്ദം ഒട്ടകപ്പുറത്ത് കടന്നുപോയ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരെ വരവേറ്റത് വജബ ശുക്റു അലൈനാ അല്ലാഹുവിന്റെ മാർഗത്തിലെ ഈ പ്രബോധകൻ ഞങ്ങളെ ക്ഷണിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് ശുക്ർ നിർബന്ധമാണ്. ഏതാണ് ആ കാലം? ലാ നബിയ ബഅദി, എന്റെ കാലശേഷം ഇനിയൊരു പ്രവാചകൻ വരാനില്ല. അതുകൊണ്ട് മുത്തുനബി അന്ത്യനാൾ വരെയുള്ള പ്രവാചകരാണ്, തിരുദൂതരാണ്. മുത്തുനബിയുടെ പ്രബോധനം അന്ത്യനാൾ വരെ നിലനിൽക്കുന്നതാണ്. ലോകത്ത് ഏത് പ്രഭാഷകനാവട്ടെ, ഏത് വഅദ് പറയുന്ന ആളാവട്ടെ, ഏത് ഉപദേശം നൽകുന്ന ആളാവട്ടെ, ഇസ്ലാമിനെ കുറിച്ച് ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുന്നത് ആരംഭ റസൂലിന്റെ നിർദ്ദേശം അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ വജബ ശുക്റു അലൈനാ മദാ ലില്ലാഹി ദാർ, ഖിയാമത്ത് നാൾ വരെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മാലോകരോട് അത്യുച്ചത്തിൽ ഉച്ചൈസ്തരം അഥവാ അവർ കേൾക്കുമാർ അവരോട് പറഞ്ഞു കൊടുക്കണം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മളതിൽ ഒരു ഉപേക്ഷയും കാണിക്കരുതേ. നാൾക്കുനാൾ പരിശുദ്ധ ഹബീബിനോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കേണ്ട കാലഘട്ടത്തിലാ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഉടമസ്ഥനായ അല്ലാഹു നേരിട്ടിറങ്ങി വന്നിട്ടോ മലക്കുകളെ പറഞ്ഞയച്ചിട്ടോ ഒന്നുമല്ല ഈ പ്രബോധനത്തിന്റെ ദൗത്യം പൂർത്തിയാക്കിയത്. അല്ല നേരിട്ട് ഇറങ്ങി വന്നിട്ടല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉടമസ്ഥനായ അല്ലാഹു ജല്ല ജലാലു നേരിട്ട് ഇറങ്ങി വന്നിട്ടല്ല അല്ലാഹുവിന്റെ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചത്. അത് കഴിയില്ല. അല്ലാഹു ജല്ല ജലാലു അങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, ഭുവനങ്ങളുടെ ഒളിയാണ്, ഭുവനങ്ങളുടെ പ്രഭയാണ് അല്ലാഹ്. ആ പ്രഭയെ ഈ ലോകത്ത് വെച്ച് ഈ രണ്ട് കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് സാധ്യമല്ല. ആ പ്രഭയെ ഈ ലോകത്ത് വെച്ച് രണ്ട് കണ്ണുകൊണ്ട് അല്ലാഹുവിനെ കാണാൻ നമുക്ക് സാധ്യമല്ല. ചെറിയ ഒരു ഉദാഹരണം പറയാം. സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് സംസാരിച്ച ആളാണ്. തന്റെ അമ്മോശനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത് ദീർഘകാലം താമസിച്ചതിന്റെ ശേഷം മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകളായ സഫൂറ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചതിന്റെ ശേഷം തന്റെ ജന്മസ്ഥലമായ ഈജിപ്തിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ ഇടയിലാണ് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുന്ന വഴിയിലാണ് തൂരി സീനാ പർവ്വത നിര വരുന്നത്. നമ്മൾ ഇന്ന് ഇശാഇന്റെ ആ സൂറത്താണല്ലോ ഓതിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീൻ വസ്സൈതൂൻ വതൂരി സീനീൻ. അല്ലാഹു
സത്യമിട്ടു പറഞ്ഞ പർവ്വത ശിഖരമാണ് തൂരിസീന പർവ്വതയുടെ ആ വഴിയിലൂടെ കടന്നു പോകുമ്പോഴാണ് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വഹി കടന്നു വരുന്നത്. ദിവ്യബോധനം കടന്നു വന്നു. മൂസ നബി അലൈഹിസ്സലാം പർവ്വതത്തിലേക്ക് അടുത്തേക്ക് കടന്നു പോകുകയാണ്. അല്ലാഹുമായി സംസാരിച്ചപ്പോ കൊതിയായി പോയി, അല്ലാഹുവേ നിന്നെ ഒന്ന് കാണാൻ. അങ്ങനെയാണല്ലോ, സംസാരിച്ച് ഇഷ്ടമുള്ളവരോട് സംസാരിക്കുമ്പോ കാണാനൊരു കൊതിയാകും. അല്ലാഹുവേ, മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മുന്നിൽ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അല്ലാഹുവേ അരിനീ, നിന്നെ ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ? അൻദുർ ഇലൈക്, ഞാൻ നിന്നെ ഒന്ന് നോക്കട്ടെ നാഥാ. നിന്നോട് സംസാരിച്ചപ്പോഴാണ് നിന്നെ കാണാനുള്ള മോഹം എനിക്ക് വന്നത്. ഓ മുഅ്മിനേ, നമ്മളൊക്കെ നിസ്കാരത്തിൽ അല്ലാഹുവിനോട് സംസാരിക്കുകയാണ്. ആ സംസാരം കൃത്യമാണെങ്കിൽ അല്ലാഹുവിനെ കാണണമെന്നുള്ള പൂതി നമ്മുടെ ഹൃദയത്തിൽ വരും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ചപ്പോ അല്ലാഹുവിനോട് പറയുകയാണ്, ഒരപേക്ഷ മുന്നിൽ വെക്കുകയാണ്. അല്ലാഹുവേ അരിനീ, നിന്നെ ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ? അൻദുർ ഇലൈക്, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ നാഥാ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആഗ്രഹത്തിന്റെ മുന്നിൽ അല്ലാഹ് പറഞ്ഞ മറുപടിയുണ്ട്. ലൻ തറാനീ, നിങ്ങൾക്ക് എന്നെ കാണൽ അസാധ്യമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്നെ കാണാൻ സാധ്യമല്ല. അല്ലാഹുവേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം നാഥാ. നിനക്ക് നിന്നെ ഒന്ന് കാണിച്ചു തരണേ അല്ലാ. എന്നെ ഒന്ന് കാണിച്ചു തരുമോ? എനിക്കൊന്ന് കാണിച്ചു തരുമോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, മൂസ നബിയേ, ഫഖ്ലഅന അലൈക്, ചെരുപ്പൂരണേ. അല്ലാഹുവിനോട് മുനാജാത്ത് നടത്തുമ്പോ ചെരുപ്പൂരണമെന്ന് പറയാനുള്ള കാരണം അതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഫഖ്ലഅന അലൈക്, ചെരുപ്പൂരണേ മൂസ നബിയേ. എന്നിട്ട് നിങ്ങൾ അടുത്തേക്ക് വരണം, ഈ പർവ്വതത്തിന്റെ അടുത്തേക്ക് കടന്നു വരണം. ഞാൻ എന്നെ കാണിക്കാൻ പോകുകയാണ്. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ പ്രകാശത്തിന്റെ തജല്ലി പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് ഒരു വിരൽ തുമ്പിന്റെ അത്രയാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു വിരൽ തുമ്പിന്റെ അത്രയാണ് അല്ലാഹുവിന്റെ തജല്ലി, അല്ലാഹുവിന്റെ പ്രഭ ആ പർവ്വതത്തിലേക്ക് ഇങ്ങനെ കാണിക്കാൻ ആരംഭിച്ച പ്രഭയുടെ വിരൽ തുമ്പിന്റെ അത്രയങ്ങ് കാണിച്ചപ്പോഴേക്ക് ആ പർവ്വത ശിഖരത്തിന് സംഭവിച്ചത്, ആ പർവ്വത ശിഖരം ചിഹ്ന ഭിന്നമായി പോകുകയാണ്. പരിശുദ്ധ ഖുർആൻ ഈ വിഷയം പറയുന്നുണ്ട്. ചിഹ്ന ഭിന്നമായി പോകുന്ന കാഴ്ച മൂസ നബി അലൈഹിസ്സലാം തൊട്ടടുത്ത് നിന്ന് കാണുകയാണ്. അല്ലാഹുവിന്റെ പ്രഭ ആ പർവ്വതത്തിലേക്ക് കടന്നു വന്നപ്പോഴേക്ക് പർവ്വതം പൊടിപൊടിയാകുകയും മൂസ നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീഴുകയും ചെയ്യുകയാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹുവിനെ കാണാൻ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വരെ സാധിച്ചിട്ടില്ല. അല്ലാഹുവിനെ നേരിട്ട് കണ്ട ഒരേ ഒരാളേ ഉള്ളൂ, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്തുകൊണ്ടാണ് മുത്തുനബി കണ്ടത്? നമുക്കൊരു ചോദ്യം ഉണ്ടാവും. മൂസ നബി അലൈഹിസ്സലാം കണ്ടില്ല, പക്ഷെ മുത്തുനബി കണ്ടു. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? അല്ലാഹുവിന്റെ റസൂല് നൂറാൻ. അല്ലാഹുവിന്റെ റസൂല് നൂറാൻ. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. ഖദ് ജാഅകും, നിങ്ങളിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുന്നു. മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നു. നൂറുൻ, പ്രഭ കടന്നു വന്നിരിക്കുന്നു. വകിതാബുൻ മുബീൻ, വ്യക്തമായ ഗ്രന്ഥവും കടന്നു വന്നിരിക്കുന്നു. നൂറ് എന്ന് പറഞ്ഞാൽ
അത് ഇസ്ലാം ദീനല്ല, അവിടത്തെ വിവക്ഷ. നൂറ് അല്ലാഹുവല്ല, അവിടത്തെ വിവക്ഷ. നൂറ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നൂറ് കൊണ്ട്, പ്രഭ കൊണ്ട് അല്ലാഹു അവിടെ ഉദ്ദേശിച്ചത് തഫ്സീറുകളിൽ കാണാം. ആ നൂറ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദാ വമുബശ്ശിറാ വനദീറാ. ഓ നബിയേ, നമ്മൾ അങ്ങയെ നിയോഗിച്ചയച്ചിട്ടുള്ളത് ഷാഹിദ, അങ്ങ് സത്യസാക്ഷിയാണ്, വമുബശ്ശിറ, അങ്ങ് സുവിശേഷകനാണ്, സന്തോഷവാർത്ത അറിയിക്കുന്ന ആളാണ്, വനദീറ, അങ്ങ് താക്കീതുകാരനാണ്, വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി, അള്ളാന്റെ സമ്മതത്തോടുകൂടെ ജനങ്ങളെ ഇസ്ലാമിലേക്ക്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളാണ്. ഇതൊക്കെ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? ആദ്യം ഷാഹിദാണ്, മുബശ്ശിറാണ്, നദീറാണ്, പ്രബോധകനാണ്. ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് ഇതിൽ പെടാത്ത ഒന്നാണ് പിന്നെ പറഞ്ഞത്. അതേതാ? വസിറാജം മുനീറാ, വസിറാജ, അങ്ങ് പ്രകാശത്തിന്റെ ജ്യോതിർഗോളമാണ്. സിറാജ്, സിറാജ് എന്ന് പറഞ്ഞാൽ സൂര്യനാണ് സിറാജ് എന്ന് പറയാ, ചന്ദ്രന് ബദർ എന്നാ പറയാ. സിറാജ മുനീറ, അങ്ങ് കത്തിജ്വലിക്കുന്ന പ്രകാശഗോളമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനാണ് ഈ പറയും. അതുകൊണ്ടാണ് മംഗൂസ് മൗലിദിന്റെ തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ എഴുതി വെച്ച വരി എന്താ? സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. സുബ്ഹാൻ, അല്ലാഹു എത്ര പരിശുദ്ധവാനാണ്. അല്ലദീ, എങ്ങനത്തവനാണ് ആ രക്ഷിതാവ് എന്നറിയോ? അത്ലഅ, അവൻ ഉദിപ്പിക്കുകയാണ്, അവൻ ഉദിപ്പിച്ചു കളഞ്ഞു. എന്താണ് ഉദിപ്പിച്ചു കൊണ്ടുവന്നത്? ഖമറ നബിയിൽ ഹുദാ, സന്മാർഗത്തിന്റെ പ്രവാചകരെന്ന ആ പൂർണ്ണ ചന്ദ്രനെ ഉദിപ്പിച്ചു അല്ലാഹു ജല്ല ജലാലു. എന്നാൽ ആ ചന്ദ്രൻ, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിക്കുമ്പോഴാണ്, റിഫ്ലക്റ്റീവാണ് ചന്ദ്രന്റെ പ്രകാശം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഖമർ, ആ ഖമർ പരിശുദ്ധ റബീഉൽ അവ്വലിൽ ഫീ ശഹരി റബീഉൽ അവ്വൽ. അതുകൊണ്ടാണ് റബീഉൽ അവ്വലിന്റെ ആഘോഷം, റബീഉൽ അവ്വലിന്റെ സന്തോഷം, റബീഉൽ അവ്വലിന്റെ ആഹ്ലാദം സന്മാർഗത്തിന്റെ ആഘോഷമാണ്, സന്മാർഗത്തിന്റെ ആഹ്ലാദമാണ്, സന്മാർഗത്തിന്റെ ആവേശമാണ്. അതിലൊന്നും ഒരു മടിയും കാണിക്കേണ്ടതില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഹ്മദ് ഹാഫിൽ ഇബ്രാഹിം അഹ്മദ് ഷൗഖി ഈജിപ്ഷ്യൻ കവിയാണ്. അദ്ദേഹം ആരംഭ റസൂലിനെ കുറിച്ച് മദ്ഹ് പാടിയിട്ട് അദ്ദേഹം എഴുതിയ വരിയുണ്ട്. ആ വരിയിൽ ഇങ്ങനെയാണ്. നമ്മളൊക്കെ നമ്മളുടെ മംഗൂസ് മൗലിദ് നമ്മൾ പാടിയ പാട്ടെന്താ? വുലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു. വുലിദൽ ഹബീബ്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ടു എന്നതാണ്. പ്രസവിക്കപ്പെട്ടു. അഹ്മദ് ഷൗഖി അദ്ദേഹത്തിന്റെ വരിയിൽ എന്താണെന്നറിയോ? വുലിദൽ ഹുദാ, സന്മാർഗം പ്രസവിക്കപ്പെട്ടു. വുലിദൽ ഹുദാ, സന്മാർഗമാണ് ഈ ലോകത്തേക്ക് കടന്നു വന്നത്. ആരാണ് ഹുദാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നമ്മളുടെ ജന്മദിനം കണക്കാക്കുന്നത് പോലെ അള്ളാന്റെ റസൂലിന്റെ ജന്മദിനം കണക്കാക്കിയ എല്ലാ പ്രശ്നവും നമുക്ക് സംഭവിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാന്റെ റസൂലിനെ സാധാരണ ഒരു മനുഷ്യൻ പ്രസവിക്കപ്പെടുന്നത് പോലെ പ്രസവിക്കപ്പെട്ടതിന്റെ രീതി കാണിച്ചു തന്നു എങ്കിലും അവിടെ പ്രസവിക്കപ്പെട്ടത് വുലിദൽ ഹുദാ, സന്മാർഗമാണ്. അതാണ് മംഗൂസ് മൗലിദിൽ പറഞ്ഞത്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ. പക്ഷേ വഔജദ നൂറഹു, പ്രസവിക്കപ്പെട്ടത് റബീഉൽ അവ്വലിലാണെങ്കിലും വഔജദ നൂറഹു, ആ പ്രകാശത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ സ്ഥിരപ്പെടുത്തിയത്, ഈ ലോകത്ത് കൊണ്ടുവന്നത്. വഔജദ നൂറഹു
ഖബ്ല ഖൽഖിൽ ആലമി, ലോകം പടക്കുന്നതിന്റെ മുന്നേയും അല്ലാഹു ആ നൂറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. വസമ്മാ, ആ നൂറിനെ അല്ലാഹു നാമകരണം ചെയ്തിട്ടുമുണ്ട്. മുഹമ്മദാ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ്, മുഹമ്മദ്. അല്ലാഹു ആ ഹബീബിനെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബ് നൂറാണ്. അതുകൊണ്ടാണ് മൂസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ തജല്ലി പർവ്വതത്തിൽ തട്ടിയപ്പോഴേക്ക് പർവ്വതം ഛിന്നഭിന്നമാകുകയും അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരിക്കലും ആ അവസ്ഥ വരാത്തതും അതുകൊണ്ടാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിനെ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ ഏഴാകാശം കടത്തിക്കൊണ്ടുപോയത് മഹാനായ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മഹാനായ വെളിയങ്കോട്ട് മറവട്ട് കിടക്കുന്ന ഉമറുൽ ഖാദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് റൗള ശരീഫിന്റെ മുന്നിൽ വെച്ച് പാടിയ സ്വല്ലൽ ഇലാഹു എന്ന ബൈത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധമായ മിഅ്റാജിന്റെ രാത്രിയിൽ ഏഴാകാശം കടന്നിട്ട് ബൈത്തുൽ മഅമൂർ കഴിഞ്ഞിട്ട് സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞിട്ട് ബഹറുൻ നൂറത്തി, പ്രകാശത്തിന്റെ സമുദ്രമാണത്. അവിടെ എത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ഇവിടെ വരെയാണ്, എന്റെ ലിമിറ്റ് ഇതുവരെയാണ്, ഇനി എനിക്ക് കടക്കാൻ പറ്റൂല. കാരണം ഇത് പ്രകാശത്തിന്റെ സമുദ്രമാണ്. ഇനി ഞാൻ കടന്നാൽ എന്റെ ചിറക് കരിഞ്ഞു പോകും. അതുകൊണ്ട് അങ്ങോ മഹാനായ ഉമർ ഖാദിയുടെ കവിതയിൽ ഇങ്ങനെ കാണാം, ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലും വഖഫ് ഫീ ശത്തിഹി റുഅബൻ വവദ്ദഅ വഹതഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ. ബഹറുൻ നൂർ എത്തിയ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ് പേടിയോടെ, ഇനി എനിക്ക് കടക്കാൻ പറ്റില്ല നബിയെ. അതുകൊണ്ട് വിടവാങ്ങൽ നടത്തി, ഇനി അങ്ങേക്ക് ഒറ്റക്ക് പോകാം. തഖദ്ദം, അങ്ങ് മുന്നോട്ട് പോയിക്കോളൂ. ലാ തഖഫ്, അങ്ങ് പേടിക്കേണ്ടതില്ല. അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ, അല്ലാഹുവിനോട് നേരിട്ട് അഭിമുഖ സംഭാഷണം അങ്ങേക്ക് നടത്താം നബിയേ. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും കടക്കൽ അസാധ്യമായ ഇടത്തേക്ക്, അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് അല്ലാഹു ജല്ല ജലാലു കൊണ്ടുപോയവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ നൂറിനെ കാണിച്ചു കൊടുക്കാൻ അല്ലാഹു കൊണ്ടുപോയ നൂറാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്, അള്ളാഹ്ക്ക് നേരിട്ട് മനുഷ്യരിലേക്ക് അവന്റെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിശുദ്ധമായ ഇസ്ലാം ദീനിനെ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുക എന്നത് അള്ളാഹുവിന്റെ രീതിയല്ല. അള്ളാഹു ഇറങ്ങി വന്നാൽ അത് മനുഷ്യന്മാർക്ക് ഈ ലോകത്ത് താങ്ങുകയും ഇല്ല. കാരണം മനുഷ്യർക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുന്നത് നാളെ സ്വർഗത്തിലാണ്. അതും എപ്പോഴാണെന്നറിയുമോ? ഹിജാബ് മാറ്റിയതിന്റെ ശേഷം മനുഷ്യരും രക്ഷിതാവും തമ്മിൽ ഒരു മറയുണ്ട്. ആ മറ മാറ്റുമ്പോഴാണ് അല്ലാഹുവിനെ കാണാൻ കഴിയുന്നത്. ആ കാഴ്ചയെ കുറിച്ച് ഹദീസിൽ കാണാം. ആ കാഴ്ച സാധ്യമായാൽ മനുഷ്യന്മാര് സ്വർഗത്തിലെ സകല സുഖവും മറക്കും. സ്വർഗത്തിലെ സകല സുഖവും ആ കാഴ്ച കണ്ടാ മറക്കും. പിന്നെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു എന്ന ആ കാഴ്ച മതി. അതാണ് സ്വർഗത്തിലെ സ്വർഗം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് അനുഭവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ. ഈ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ അല്ലാഹു നമുക്ക് അതിനുള്ള സൗഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹദീസിൽ കാണാം, സ്വർഗക്കാരോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, സ്വർഗക്കാരെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പൊ സ്വർഗക്കാര് പറയുന്നുണ്ട്, അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സ്വർഗം തന്നു, അനുഗ്രഹങ്ങൾ തന്നു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി, എല്ലാം ഞങ്ങൾക്ക് കിട്ടി, ഇനി ഞങ്ങൾക്കൊന്നും വേണ്ട റബ്ബേ എന്ന് പറയുന്ന സമയത്താണ് റുഫിഅത്തിൽ ഹിജാബ്, ആ ഹിജാബ് എടുത്തു മാറ്റപ്പെടുന്നതും അല്ലാഹുവിനെ കാണൽ സാധ്യമാകുന്നതും. പക്ഷെ ആ കാഴ്ച മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്നത് സ്വർഗത്തിൽ വെച്ചാണെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് ദുനിയാവിൽ വെച്ച് തന്നെ സാധ്യമായി
മുഅ്മിനീങ്ങളുടെ അവസ്ഥയിൽ സ്വർഗ്ഗത്തിൽ വെച്ച് മാറ്റം വരുമെന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ കാണിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ രീതി ദുനിയാവിലേക്ക് നേരിട്ട് ഇറങ്ങി വരലല്ല. പിന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ, അതേതാ രണ്ടാമത്തെ ഓപ്ഷൻ? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയുള്ള മലക്കുകളെ കൊണ്ടുവരൽ, മലക്കുകളെ മനുഷ്യരുടെ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ട് അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കൽ. അതും അസാധ്യമാണ്. കാരണം മലക്കുകളെയും മനുഷ്യർക്ക് താങ്ങാൻ കഴിയില്ല, മലക്കുകളെ താങ്ങാൻ മനുഷ്യർക്ക് കഴിയില്ല. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മറ്റു മലക്കുകളുടെയൊക്കെ കോലം, ശരിയായ രൂപം കണ്ടു കഴിഞ്ഞാൽ മനുഷ്യർക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര വല്ലാത്തൊരവസ്ഥയാണ് മലക്കുകളുടെ കോലം എന്നുള്ളത്. മനുഷ്യർക്ക് അതും ദഹിക്കാൻ പ്രയാസമാണ്. പിന്നെ അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിനെ, ഇസ്ലാമിനെ അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യരിലേക്ക് എത്തിക്കാനുള്ള പാലമാണ്, മനുഷ്യരും അള്ളാഹും തമ്മിലുള്ള ഇടയിലുള്ള വസീലയാണ് അംബിയാ മുർസലുകൾ. ആ വസീലകളിൽ ഏറ്റവും വലിയ നേതാവാണ് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരുടെ കോലത്തിൽ അള്ളാഹു പടച്ചു, മനുഷ്യരുടെ രീതിയിൽ അള്ളാഹു അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അവർ പ്രസവിക്കപ്പെട്ടു, അവരിൽ നിന്ന് മക്കളുണ്ടായി, കല്യാണം കഴിച്ചു, ഭക്ഷണം കഴിച്ചു, കുടിച്ചു. അതുപോലെയുള്ള മനുഷ്യന്മാർ ചെയ്യുന്ന എല്ലാ രീതികളും അവരിൽ നിന്ന് സംഭവിച്ചു. എന്തിനു വേണ്ടി? സാധാരണക്കാരായ മനുഷ്യർക്ക് അവരെ ഉൾക്കൊള്ളാൻ വേണ്ടി. എന്നാൽ അവർക്ക് മനുഷ്യർ എന്ന ഹഖീഖത്ത് മാത്രമല്ല ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളും മനുഷ്യരില്ലേ? നമുക്കാർക്കും വഹി ഇറങ്ങുന്നില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരായ മഹാന്മാരായ അംബിയാ മുർസലീങ്ങൾക്ക് വഹി ഇറങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് മനുഷ്യരിൽ നിന്ന് അള്ളാഹ് സെലക്ട് ചെയ്ത, തെരഞ്ഞെടുത്ത ആളുകളാണ് പരിശുദ്ധരായ അംബിയാ മുർസലുകൾ. അത് അള്ളാഹുവിന്റെ പ്രത്യേകക്കാരാണ്. അവർ മനുഷ്യരിൽ ജനിച്ചു എന്നതാണ് നമ്മൾ കാണുന്ന മനുഷ്യരുടെ കൂട്ടത്തിലെ പ്രത്യേകത. എന്നാൽ വെറുമൊരു മനുഷ്യർ എന്ന നിലയ്ക്ക് അവരെ കണക്കാക്കേണ്ടവരല്ല നമ്മൾ. അവർ അതിന്റെ അപ്പുറമാണ്. അള്ളാഹുവിൽ നിന്ന് വഹി സ്വീകരിക്കുന്നവരാണ്. എന്നാൽ അതിൽ വെച്ച് ഏറ്റവും വലിയ ശ്രേഷ്ഠരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഇന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നമുക്കത് കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളെ മഹ്ശറിൽ നമുക്കിത് നേരിട്ട് കാണാം. ആരംഭ റസൂലിന്റെ സ്ഥാനം എന്താണ്, അവിടുത്തെ മഹത്വം എന്താണ്, അവിടുത്തെ പ്രത്യേകത എന്താണ്, അവിടുത്തെ സൗകുമാര്യം എന്താണ്, അവിടുത്തെ ഈ ജീവിതത്തിൽ അവിടെ നമുക്ക് കാണിച്ചു തന്ന എല്ലാ നന്മകളുടെയും വെളിച്ചത്തിന്റെയും സ്രോതസ്സായ ഉറവിടമായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് നാളെ അല്ലാഹുവിന്റെ മഹ്ശറിൽ വെച്ച് നമുക്ക് കാണാൻ പറ്റണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൻത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. മീമോട് തുടങ്ങും മദീന മഷ്ഹൂർ ബലദ് അമീന മിസ്കിന്റെ
منبعستانا بصباح نور نبينا الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي منم قبة الخضراء محبوب مزارا منم قبة الخضراء محبوب مزارا കാണാൻ മുനവ്വറ കരയുന്നൊരു ഫഖീറ അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبطحي والحبيب العربي പാറും പറവകൾ ഇതിലെ വരൂ പറക്കാൻ ജനാഹ് തരൂ പാറും പറവകൾ ഇതിലെ വരൂ പറക്കാൻ ജനാഹ് തരൂ ബേജാറ് പറയാനാ ബഖീഇലൊടുങ്ങാനാ الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي ين موت سكرات يتم قبرله ظلمات ين موت سكرات يتم قبرله ظلمات يدنير قيامات يندال مدينة الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله മദീന എന്ന മലർവാടി മധു തേടിക്കൊണ്ടിതോടി മർത്യൻ അഭയമതും തേടി മഹ്മൂദിൻ സവിധം കൂടി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് في قلبي غير الله نور محمد صلى الله لا إله إلا الله കണ്ടിടുമോ ഞാൻ ഇവിടന്ന് മുത്ത് റസൂലിൻ മുഖമൊന്ന് കണ്ടിടുവാൻ ദുആ ചെയ്യുന്ന കണ്ണടയുന്നതിൻ മുമ്പൊന്ന് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് في قلبي غير الله نور محمد صلى الله لا إله إلا الله മദീന കണ്ട് മടങ്ങുമ്പോൾ കരഞ്ഞു ഞങ്ങൾ നീങ്ങുമ്പോൾ മുത്ത് റസൂലും വന്നല്ലോ പടിവരെ യാത്ര പറഞ്ഞല്ലോ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് في قلبي غير الله نور محمد صلى الله لا إله إلا الله അബൂബക്കർ ഉമറും പിന്നാലെ ഇനിയും വരണം ഇതുപോലെ കരഞ്ഞുകൊണ്ടവർ പതിവാലേ പിരിഞ്ഞു വരണമെന്നുള്ളാലേ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് في
قلبي غير الله نور محمد صلى الله لا إله إلا الله മുത്ത് റസൂലേ വന്നിടണേ മുത്താൻ തിരുകരം തന്നിടണേ തണിയില്ലാത്ത ഖിയാമത്തിൽ തുണയായി മുത്തൊളി വന്നിടണേ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ما في قلبي غير الله نور محمد صلى الله لا إله إلا الله മുത്തുനബിക്കൊരു പതിവുണ്ട് യാത്ര അയക്കാൻ വരവുണ്ട് കണ്ണ് മറയും ദൂരത്തോളം നോക്കി നബിക്കൊരു നിൽപ്പുണ്ട് മുസ്തനബിക്കൊരു പതിവുണ്ട് യാത്ര അയക്കാൻ വരവുണ്ട് കണ്ണ് മറയും ദൂരത്തോളം നോക്കി നബിക്കൊരു നിൽപ്പുണ്ട് മുത്തനബിക്കൊരു പതിവുണ്ട് യാത്ര അയക്കാൻ വരവുണ്ട് കണ്ണ് മറയും ദൂരത്തോളം നോക്കി നബിക്കൊരു നിൽപ്പുണ്ട് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു ആ ഹബീബിനെ കാണാൻ നമുക്ക് സൗഭാഗ്യം തരട്ടെ. മനുഷ്യരും അള്ളാഹുവും തമ്മിൽ ഇടയിലുള്ള പാലമായി വസീലയായി അള്ളാഹു നിയോഗിച്ചയച്ച അംബിയ മുർസലീങ്ങളിലെ ഏറ്റവും വലിയ നേതാവ് അഷ്റഫുൽ ഖൽഖ് ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്ന ജന്മദിന മാസം സാധാരണ ഒരു മനുഷ്യന്മാരെ മാസം പോലെ കണക്കുകൂട്ടുന്നിടത്താണ് നമുക്ക് പിഴവ് പറ്റി പോകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തേക്ക് മനുഷ്യരൂപത്തിൽ കടന്നു വരാൻ അള്ളാഹു തെരഞ്ഞെടുത്ത മാസമാണ് ഈ വിശുദ്ധമായ മാസം. ഇതിന്റെ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ നാളത്തെ മഹ്ശറിലെ വരാനിരിക്കുന്ന സ്വർഗത്തിലെ സന്തോഷ നിമിഷത്തിന്റെ ഒരര നിമിഷമെങ്കിലും നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റണം. എങ്കിൽ ആ സന്തോഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അനസ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് ചോദിച്ചു, നബിയേ, നാളത്തെ മഹ്ശറിൽ വെച്ച് അങ്ങേ ഞങ്ങൾ എവിടെയാണ് അന്വേഷിക്കേണ്ടത് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, എന്റെ പുന്നാരാനസേ, ഞാൻ നിങ്ങളെ കാത്ത് കാത്ത് അനഫറത്തുക്കും ഇൻദൽ മീസാൻ, നന്മയും തിന്മയും തൂക്കി നോക്കുന്ന മീസാനിന്റെ അടുത്ത് എന്റെ ഉമ്മത്തീങ്ങളുടെ ഓരോ അമലുകളുടെയും അമലിന്റെയും തൂക്കം നോക്കുമ്പോ ഞാൻ അവിടെ കാത്തിരിപ്പുണ്ടാകും. അല്ലാഹുവേ, ഹബീബ് നോക്കി നിൽക്കുമ്പോ വഷളത്തരത്തിൽ പൊട്ടുപോകുന്നതിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ അല്ലാ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. എന്റെ ഉമ്മത്തീങ്ങളുടെ നന്മയുടെ മീസാനിന്റെ ഭാരം കനം കൂട്ടിക്കൊടുക്കണമേ റബ്ബേ എന്ന് ദുആ ചെയ്ത് നിൽക്കുന്ന മുത്തുനബി, നബിയേ, അവിടെ ഞങ്ങൾക്ക് അങ്ങേ മീസാനിന്റെ അടുത്ത് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലോ പിന്നെ എവിടെയാണ് അങ്ങേ അന്വേഷിക്കേണ്ടത്? അനസേ അനഫറത്തുക്കും ഇൻദൽ ഹൗൽ, അല്ലാഹു എനിക്ക് മഹ്ശറിൽ വെച്ച് നൽകുന്ന സമ്മാനമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗ്ഗത്തിലെ ഹൗലുൽ, സ്വർഗ്ഗത്തിലെ കൗസർ എന്ന് പറയുന്ന തടാകമുണ്ട്. ആ തടാകത്തിൽ നിന്ന് പരിശുദ്ധമായ ഹബീബിന് സമ്മാനമായി അതിൽ നിന്ന് 2 പാത്തി വഴി സ്വർഗ്ഗത്തിലെ തടാകത്തിൽ നിന്ന് മഹ്ശറിൽ ഒരു ഹൗലുണ്ടാകും. ഒരു വാട്ടർ ടാങ്ക് പോലെ ആയിരക്കണക്കിന് എന്നല്ല നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല. ആകാശത്തെ നക്ഷത്രങ്ങളെക്കാളുമാണ് അതിലെ കോപ്പകളുടെ എണ്ണം. അതിലെ വെള്ളത്തിന്റെ പരിശുദ്ധിയുണ്ടല്ലോ പാലിനെക്കാളും
വെളുത്തതാണ്, തേനിനെക്കാളും മധുരമുള്ളതാണ്. അല്ലാഹുവേ, അത് രുചിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ അല്ലാ. കൗസർ സ്വർഗത്തിലെ തടാക. ഈ തടാകത്തിൽ നിന്ന് ബാക്കി വഴിയാണ് ഒരു വാട്ടർ ടാങ്ക് പോലെയുള്ള വലിയ നീളമുള്ള, അത് കോരിക്കൊടുക്കാൻ മലായികത്തുൽ കിറാമുണ്ട്. എണ്ണ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അത് കുടിക്കാൻ കോപ്പകളുണ്ട്. എണ്ണ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അത് അറിയണമെങ്കിൽ ആകാശത്തെ നക്ഷത്രങ്ങൾ നോക്കിയാൽ മതി. എണ്ണം കിട്ടോ? എണ്ണം ഇവിടെയും കിട്ടും. അത്ര വലിയ ഹൗലുമാണ്, അത്ര വലിയ എണ്ണത്തിലുള്ള കോപ്പയും അവിടെയുണ്ട്. ആ ഹൗലിന്റെ അടുത്തേക്ക് എന്റെ ഉമ്മത്തീങ്ങൾ വരുന്നതും കാത്ത് ഞാൻ ഹൗലിന്റെ അടുത്തുണ്ടാകും. അല്ലാഹുവേ, അതനുഭവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അനസ് റളിയല്ലാഹു അൻഹു മൂന്നാമത്തൊരു ചോദ്യം ചോദിച്ചു, നബിയേ, ആ ഹൗദിന്റെ അടുത്ത് അങ്ങേ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ എവിടെയാണ് അങ്ങേ തിരയേണ്ടത് നബിയേ? 2 സ്ഥലം കഴിഞ്ഞു, ഇനി എവിടെയാണ്? ഉടനെയാണ് മുത്തുനബിയുടെ മറുപടി വന്നത്, അനഫറതുക്കും സിറാത്ത് പാലത്തിന്റെ അടുത്ത് ഞാൻ നിങ്ങളെ കാത്തിരിപ്പുണ്ടാകും. എന്റെ ഉമ്മത്തിലെ അവസാനത്തെ വ്യക്തിയും സിറാത്ത് പാലത്തിലൂടെ കടന്നുപോയിട്ടേ ഞാൻ കടന്നു പോകൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലാണ് സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുന്നത്. സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്തിട്ട് സാധാരണ നമ്മുടെ നാട്ടിലെ ഉദ്ഘാടനം ചെയ്യുന്ന ഉദ്ഘാടനം ചെയ്യുന്ന ആൾ ആദ്യം കയറിച്ചണ്ട് പോവുകയാണ് ചെയ്യുക. എന്നാൽ സ്വർഗത്തിന്റെ ഉദ്ഘാടനം അങ്ങനെയല്ല. സ്വർഗം ഉദ്ഘാടനം ചെയ്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങോട്ട് പോകാതെ ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. സിറാത്ത് പാലത്തിലൂടെ തിരിച്ചു വന്ന് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും നരകത്തിലേക്ക് പോകുന്നുണ്ടോ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സിറാത്ത് പാലത്തിന്റെ അടുത്ത് അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ രക്ഷപ്പെടുത്തുനാഥ, രക്ഷപ്പെടുത്തുനാഥ, രക്ഷപ്പെടുത്തുനാഥ എന്ന് പറഞ്ഞ് സിറാത്ത് പാലത്തിൽ ഞാൻ കാത്തിരിപ്പുണ്ടാകും. ഈ 3-4 സ്ഥലത്ത് എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അല്ലാഹുവേ, ആ സൗഭാഗ്യവാന്മാരിൽ അത് അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന നല്ല മനുഷ്യരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഇവിടെ ഈ പുരുഷാരം ഒരുമിച്ച് കൂടിയത് അല്ലാഹുവേ നിന്റെ ഹബീബിനെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിന്നോടുള്ള മഹബത്താണ്, നിന്റെ മുത്തുനബിയോടുള്ള മഹബത്താണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണമേ അല്ലാ. ഈ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. പറഞ്ഞതും കേട്ടതൊക്കെ സ്വാലിഹായ സൽക്കർമ്മങ്ങളിൽ അല്ലാഹുവേ ഉൾപ്പെടുത്തണമേ അല്ലാ. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറിനെയും പ്രദാനം ചെയ്യണേ അല്ലാ. ഇൻഷാ അല്ലാ ചെറിയൊരു ദുആ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽ ഫാത്തിഹ. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. രാവിലെ മദ്രസയിലെ കുട്ടികൾക്ക് പായസവും ഇപ്പോൾ കാവയും കൊടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഉമ്മാന്റെ 3 ക്ലാസ്സിനൊക്കെ സ്ഥിരമായി വന്നിരുന്ന ഒരു സഹോദരിയാണ്. കഴിഞ്ഞ ദിവസമാണ് അവർ വഫാത്തായത്. ആയിഷ കുട്ടി എന്താണ്, ആയിഷ ചെറുപുരക്കൽ, ആ സഹോദരി. അല്ലാഹു ആ ഉമ്മാക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു ആ ഉമ്മയുടെ ഖബറിടത്തിലേക്ക് ആ കൊടുത്ത കാവയുടെയും അതുപോലെ പായസത്തിന്റെയും ഒക്കെ മിഥില സവാബ് അവരുടെ ഖബറിടത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ സജീവ പ്രവർത്തകനായ ഒരു സഹോദരന്റെ അമ്മോഷൻ
സുഖമില്ലാതെ വളരെ പ്രയാസത്തിലാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ആജിലായ ശിഫ ഖൈറായ നിലക്ക് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നൽകുമാറാവട്ടെ. ഈ സദസ്സിലൊക്കെ സ്ഥിര സാന്നിധ്യങ്ങളായിരുന്ന കുറച്ച് ആൾക്കാർ നമുക്ക് കാണാനില്ല, രോഗികളായി വളരെ വിഷമത്തിലാണ്. അള്ളാഹു അവർക്ക് പരിപൂർണ ശിഫ ആജിലായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സിൽ നിങ്ങളൊക്കെ ആവേശത്തോടെ ഇത്രയും സമയം ഇരുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ്. അള്ളാഹു ഹബീബിനെ സ്നേഹിക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. ധാരാളം ആളുകൾ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ മീലാദ് പരിപാടിയിലേക്ക് അരിയായി നൽകിയവരുണ്ട്, ഇറച്ചിയായി നൽകിയവരുണ്ട്, സംഭാവനകൾ നൽകിയവരുണ്ട്, മറ്റു പല വിഷയങ്ങളിലേക്ക് സ്വതക്കകൾ ചെയ്തവരുണ്ട്. കുട്ടികളുടെയൊക്കെ പരിപാടിയിൽ സമ്മാനം കൊടുക്കുന്നതിലേക്ക് സംഭാവനകൾ നൽകിയ ആളുകൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെയും ഉദ്യമങ്ങൾ മാത്രമല്ല, അതൊക്കെ പിരിച്ചുണ്ടാക്കാൻ പരിശ്രമിച്ച പ്രിയപ്പെട്ട കമ്മിറ്റിക്കാര്, ഉസ്താദുമാര്, സമ്മാനങ്ങളൊക്കെ വാങ്ങാൻ പോയ ഉസ്താദുമാര്, മറ്റു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് മോമിനിയങ്ങളുണ്ട്. ആവേശത്തോടെ അതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. എല്ലാം ഒരൊറ്റ ലക്ഷ്യത്തിലാണ്, നാളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. അള്ളാഹു ഖൈറായ മുഅ്മിനീങ്ങളിൽ വിജയം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ചേർത്ത് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. അല്ലാഹുവേ, കാരുണ്യവാനായ തമ്പുരാനേ, സാധുക്കളായ നിന്റെ അടിമകളായ ഞങ്ങൾ ഈ ശറഫാക്കപ്പെട്ട മജ്ലിസിൽ ഒരുമിച്ച് കൂടിയതിന് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ശ്രേഷ്ഠമായ അമലുകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ ഇവിടെ പരിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്തു, ഹബീബിന്റെ മദ്ഹ് പറഞ്ഞു, മൗലിദോദി, പരിശുദ്ധ സ്വലാത്ത് ചൊല്ലി നസീഹത്ത് പറഞ്ഞു, സ്വദഖകൾ ചെയ്തു. റബ്ബേ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയ ആഭാലവൃന്ദം ജനങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സാണിത്. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ സദുദ്യമങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാ. നീയത്ത് നല്ലതാക്കി തരണേ അല്ലാ. പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തി തരണേ അല്ലാ. മോശത്തരങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. വൃത്തികേടിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഉപ്പമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഇണകൾക്ക് പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. കൂട്ടുകുടുംബാദികൾക്ക് പൊറുക്കണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ടേൽപ്പിച്ച മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. മരണപ്പെട്ടവർക്ക് അവരുടെ ഖബർ ജീവിതം റാഹത്തിലാക്കണേ അല്ലാ. പടച്ചവനെ, ഈ സദസ്സിലിരിക്കുന്ന പലരും വിഷമത്തിൽ കഴിയുന്നവരുണ്ട്, രോഗികളുണ്ട് നാഥാ. ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ എല്ലാ വിഷമങ്ങളിൽ നിന്നും പരിപൂർണ സലാമത്ത് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ അല്ലാ. ഹബീബ് എന്ന നിഅമത്ത് പൂർത്തീകരിച്ചു തരണേ അല്ലാ. അവിടത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഇഹപര വിജയികളിൽ ചേർക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ.
ഞങ്ങളുടെ മക്കൾ ഇതാ മദ്രസയിലെ പരിപാടികൾ അവതരിപ്പിക്കാൻ കാത്തിരിക്കുകയാണ്. നന്നായി അവതരിപ്പിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബെന്ന മഹബ്ബത്ത് കൊണ്ട് വിജയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അത് നിന്നിലേക്കുള്ള പ്രയാണത്തിന് സഹായകമാക്കണേ അല്ലാ. ഈ ജീവിതം റബ്ബേ നീ തന്ന അനുഗ്രഹമാണ്, നിലനിർത്തി തരണേ അല്ലാ. വിഷമങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാ. രോഗികളുണ്ട് നാദാ, ശിഫ നൽകണേ അല്ലാ. പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ തമ്പുരാനേ, എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പറയാതെ തന്നെ അറിയുന്ന നാദാ, ഖൈറായ നിലക്ക് നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് നാദാ, കൺകുളിർമയുള്ള മക്കളെ നൽകണേ അല്ലാ. ഇരുവീട്ടിലും ഞങ്ങൾക്ക് സന്തോഷം പകരുന്ന മക്കളെ നൽകണേ അല്ലാ. പടച്ചവനെ തമ്പുരാനെ, വൈവാഹിക ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് നാദാ. സ്വഭാവ ദൂഷ്യം കൊണ്ട്, പുതിയാപ്പിളയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട്, പെണ്ണിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട് നാദാ. നല്ലവരിൽ ചേർക്കണേ അല്ലാ. മനപ്പൊരുത്തമുള്ളവരാക്കണേ അല്ലാ. ഉമ്മമാരോട് കലഹിക്കുന്നവരുണ്ട്, ഉപ്പമാരോട് ദേഷ്യം പിടിച്ച് നടക്കുന്നവരുണ്ട്, കുടുംബ ജീവിതത്തിൽ താറുമാറാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. പടച്ചോനെ, ഉമ്മയെ സ്നേഹിക്കുന്ന, ബാപ്പയെ സ്നേഹിക്കുന്ന, കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയും അതിന്റെ ശ്രേഷ്ഠതയും ശരിയാം നിലക്ക് മനസ്സിലാക്കുന്ന മക്കളെ, മരുമക്കളെ, പേരക്കുട്ടികളെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എല്ലാ വിഷയത്തിലും ഖൈറായ പരിഹാരം നൽകണേ അല്ലാ. കടങ്ങൾ ഉള്ളവരുണ്ട് നാദാ, വീട്ടാൻ വഴി തുറക്കണേ അല്ലാ. കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് നാദാ, ബാധ്യതയിൽ മരണപ്പെട്ടു പോകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. പലിശ കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. ലോൺ എടുത്ത് വീടുണ്ടാക്കേണ്ടി വരുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. പലിശക്ക് പണം വാങ്ങി ബ്ലേഡുകാരുടെ അടുത്ത് നിന്ന് പണം വാങ്ങിയിട്ട് കല്യാണം നടത്തേണ്ടി വരുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. പട്ടിണി കിടന്നാലും പലിശ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് വരുത്തൂല എന്ന് ഉറച്ച മനസ്സോടെ തീരുമാനമെടുക്കാൻ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. ഹറാമിയത്തിൽ നിന്ന് കാക്കണേ അല്ലാ. കണ്ണുകൊണ്ടുള്ളത്, കാതുകൊണ്ടുള്ളത്, നാവുകൊണ്ട് പറയുന്നത് വയറ്റിലേക്ക് വറ്റായിട്ട് അതുപോലെ വെള്ളമായിട്ട് എത്തിച്ചേരുന്നത്, കൈകാലുകൾ കൊണ്ട് ചെയ്തു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും, സ്വകാര്യ അവയവങ്ങൾ കൊണ്ട് സംഭവിച്ചു പോകുന്ന എല്ലാ അബദ്ധങ്ങളിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെയും ഞങ്ങളെ പ്രിയപ്പെട്ടവരെയും കാക്കണേ അല്ലാ. ലഹരി പിടിമുറുക്കുകയാണ്, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നീ രക്ഷപ്പെടുത്തണേ അല്ലാ. രക്ഷപ്പെടുത്തണേ അല്ലാ. അന്യമത സംസ്കാരങ്ങളെ അവനവന്റേതുപോലെ ചേർത്തു പിടിക്കുന്ന കാലമാണ്. അല്ലാഹുവേ, ഇസ്ലാം എന്ന അന്തസ്, ഈമാൻ എന്ന അന്തസ് കളഞ്ഞു കുളിക്കാത്ത മക്കളെ, കളഞ്ഞു കുളിക്കാത്ത പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. 4 കാശിന് വേണ്ടി, സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി, റീലിടാൻ വേണ്ടി, മറ്റുള്ളവർ നോക്കി കൈയടിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടലുകൾ നടത്തിയിട്ട് ദീനിൽ നിന്ന്, ഈമാനിൽ നിന്ന് തെറിച്ചു പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. ഇന്നലെ ഞങ്ങളൊരു മരണം കണ്ടു നാദാ. ഓണാഘോഷ പരിപാടിയുടെ ഇടയിലാണ് ആ ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അല്ലാഹുവേ, അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ. അത്തരം അവസ്ഥകളൊക്കെ ഞങ്ങൾക്ക് ഗുണപാഠമാണ്. മരണം എപ്പോഴാണെന്ന് ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്ത് അമല് ചെയ്യുമ്പോഴാണ് മരണം വരികയെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ആഘോഷത്തിമർപ്പിന്റെ ഇടയിലായിരിക്കും, ഡാൻസ് കളിക്കുന്നതിന്റെ ഇടയിലായിരിക്കും ഏതൊരു ചെറുപ്പക്കാരന്റെയും ചെറുപ്പക്കാരുടെയും മരണം സംഭവിക്കുന്നത്. മരണത്തിന് പ്രായമില്ലല്ലോ. ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. അത്തരം അബദ്ധങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഈമാനിൽ നിന്ന്, അമ്പ് വില്ലിൽ നിന്ന് തെറിച്ചു പോകുന്നത് പോലെ ഈമാനിൽ നിന്ന് ആളുകൾ ദൂരത്തേക്ക് തെറിച്ചു പോകുന്ന കാലം വരുന്നുണ്ടെന്ന് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താക്കീത് ചെയ്ത കാലഘട്ടത്തിലാണല്ലോ നാദാ ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളെ ഈമാനിനെ സംരക്ഷിച്ചു നിർത്താൻ തൗഫീഖ് നൽകണേ അല്ലാ.
എല്ലാ മോശത്തരങ്ങളിൽ നിന്നും കാക്കണേ അല്ലാ, എല്ലാ ആഭാസങ്ങളിൽ നിന്നും കാക്കണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ, ബറകത്ത് നൽകണേ അല്ലാ. കിഡ്നി രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാ. ക്യാൻസറിനെ തൊട്ട് കാക്കണേ അല്ലാ. റേഡിയേഷന്റെയും മറ്റുമൊക്കെ ചികിത്സ നടത്തി മരുന്ന് കഴിക്കുന്നവരുണ്ട് നാഥാ, ശിഫ കൊടുക്കണേ അല്ലാ. പരിപൂർണ സലാമത്ത് നൽകണേ അല്ലാ. പലയിടത്തും മഞ്ഞപ്പിത്തം വ്യാപിച്ചിരിക്കുകയാണ് നാഥാ, ശിഫ നൽകണേ അല്ലാ. ഹൃദയ സംബന്ധമായ രോഗമുള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. സ്ട്രോക്ക് ബാധിച്ച് വിഷമിച്ച് കഴിയുന്നവരുണ്ട് നാഥാ, ശിഫ നൽകണേ അല്ലാ. പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, അതുപോലെ മാരകമായ രോഗങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ പറഞ്ഞതും കേട്ടതും ദുആ വസിയത്ത് ചെയ്തതും ഞങ്ങളെ മനസ്സുകളിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ എല്ലാം ഖൈറായ നിലക്ക് പരിഹാരം നൽകി നിറവേറ്റി തരണേ അല്ലാ. ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുള്ള സന്തോഷ മരണം നൽകണേ അല്ലാ. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഖബറിൽ വെച്ച് അതദ്രി ഹാദർ റജുൽ മാദാ തഖൂലു ഫീ ഹാദർ റജുൽ, ഈ മനുഷ്യനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഞങ്ങളോട് മലക്കുകൾ ചോദിക്കുമ്പോൾ അദാ ഹബീബി സയ്യിദി റസൂലുള്ളാഹ്, ജീവിതത്തിൽ ഒരു തവണയെങ്കിലും മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ തമ്പുരാനേ, മോശപ്പെട്ട മനുഷ്യന്മാരും അബൂജഹലിനെ പോലെയുള്ള മോശപ്പെട്ട മനുഷ്യരും അള്ളാന്റെ റസൂലിനെ ജീവിതകാലത്ത് കണ്ടിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, ഞങ്ങൾ മോശക്കാരാണെങ്കിലും ഞങ്ങൾക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു നൽകപ്പെടുകയും അതുവഴി ഞങ്ങൾക്ക് നന്നാവാൻ അവസരമുണ്ടാക്കി തരികയും ചെയ്യണമേ നാഥാ. അങ്ങനെ ഖബറിൽ വെച്ച് ഇതെന്റെ മുത്തുനബിയാണെന്ന് പറയാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം തരണേ അല്ലാ. ഈ മജ്ലിസ് അതിന് കാരണമാക്കി തരണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. ഒരുപാട് പാടി നടന്ന് ഒരു പാവന സ്നേഹമറിഞ്ഞ് ഒരു നാള തിങ്കൾ ത്വാഹ ഭൂമുഖവും കണ്ട് ഒരുപാട് പാടി നടന്ന് ഒരു പാവന സ്നേഹമറിഞ്ഞ് ഒരു നാള തിങ്കൾ ത്വാഹ ഭൂമുഖവും കണ്ട് ഒരു നല്ല തിങ്കളിലായി ഒരുവനല്ലാവിലലിഞ്ഞ് ഒരു നല്ല വീതിയേകാൻ തുണച്ചിടണേ. ഒരു നല്ല വീതിയേകാൻ തുണച്ചിടണേ. കരം പിടിച്ചിടണേ തരം തിരിക്കും നേരം. കരം പിടിക്കൂ ത്വാഹ മുഖം തിരിക്കാതയാ ഖൈറൽ വറാ. തരം താണ ഭൂമിയിൽ വിധം മാറിപ്പോയത് ചതിയാലയാണെന്റെ ഷഫീഅൽ വറാ. ചതിയാലയാണെന്റെ ഷഫീഅൽ വറാ. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.
പ്രോഗ്രാമുകളൊന്നും മറന്നുപോകരുത്. വെള്ളിയാഴ്ച മറ്റന്നാള് സുബഹിന്റെ മുന്നേ 4 മണിക്ക് തന്നെ മൗലിദ് പള്ളിയിൽ വെച്ച് ആരംഭിക്കും. ആണുങ്ങളെയൊക്കെ ആ സദസ്സിലേക്ക് വീട്ടുകാരെല്ലാവരും പറഞ്ഞേക്കുക, ആൺകുട്ടികളൊക്കെ പറഞ്ഞേക്കുക. ഇൻഷാ അല്ലാഹ് സുബഹി നിസ്കാരത്തിന്റെ ശേഷം 6 മണിക്ക് ഭക്ഷണ വിതരണം. ആ കാര്യം മറക്കരുത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ പരിപാടിയൊക്കെ തീർക്കണം, 9 മണിയോടുകൂടെ തീർക്കണം. ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച രാവിലെയാണ് ഒരു 7:30 മണിക്ക് ഇൻഷാ അല്ലാഹ് കുട്ടികളുടെ ഘോഷയാത്ര ആരംഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 10 മണിക്ക് മദ്രസയിൽ വെച്ച് മൗലിദ് പാരായണം. അസ്ർ നിസ്കാരത്തിന് ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ ഒക്കെ വളരെ ഭംഗിയാക്കി തീർക്കാൻ നിങ്ങളൊക്കെ സഹായിക്കണം. ആരെങ്കിലുമൊക്കെ സംഭാവനകൾ കൊന്നിട്ടുണ്ടെങ്കിൽ അത് മുജീബ് ഉസ്താദിനെ ഏൽപ്പിക്കുക. അതിന്റെ റസീറ്റൊക്കെ വാങ്ങുക. കൂടുതൽ സ്വതക്കകൾ അതിലേക്ക് ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മജ്ലിസ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.